രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭുജി. കേൾക്കാം പ്രഭുജി. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. ഉണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, ശരി. നമുക്ക് ആദ്യം പ്രാർത്ഥനയിലേക്ക് അടക്കാം. ക്ലിയർ അല്ലേ ശബ്ദം? ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതോത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടഗീ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരീകൃപതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുദീനധാരിണം ശ്രീചൈതന്യമീശ്വരം വജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം തദാതി സഭാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാനിതം തം സജീവം സാദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജലപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപേച കൃപാ സിന്ധിഭ്യേവ ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ നമസ്തേ സാരസ്യ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രഭാതിക്ക് ജഗുദേവ് നിത്യാനന്ദ കോടി വൈഷ്ണവ ഭക്തർക്ക് ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മൾ ഇന്നലെ 10 തുടങ്ങി അല്ലേ? 10 തുടങ്ങണം. 10 തുടങ്ങണം അല്ലേ? 10 11 ചെറിയ ഇതാ ചാപ്റ്റേഴ്സാ. ഹരേഷ്ണ പ്രഭു പ്രണാമം. പ്രഭു രമേഷ് പ്രഭു രമേഷ് പ്രഭു 16 മാലയാക്കി എന്ന് പറഞ്ഞു പ്രഭു. രമേഷ് പ്രഭു ഹരേ കൃഷ്ണ. ഹരിബോൽ ഹരിബോൽ ഹരിബോൽ. 16ലേക്ക് എത്തി. ഹരേ കൃഷ്ണ. അതാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത്.
ഭഗവാന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക പതുക്കെ പതുക്കെ. അതെ, എല്ലാവരും പതുക്കെ പതുക്കെ എത്താം. അത് നമ്മളെ ജീവിതത്തിന്റെ ഒരു പാർട്ടായി പോവത്. അത് പിന്നെ വലിയൊരു ഇത് നമുക്കത് തോന്നണാണ്. കുറച്ച് നാള് ഇപ്പൊ നമ്മൾ എന്തായാലും നമ്മളിപ്പോ ചെറിയ കുട്ടികള് സംസാരിക്കുമ്പോൾ എന്താണ് അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നമ്മള് ഒന്നിലും രണ്ടിലൊക്കെ എഴുതുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ട ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നമുക്കറിയാലോ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് അല്ലെ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് എവിടെയാണ് ബ്രേക്ക് എവിടെ നമ്മ അല്ലെങ്കിൽ ആദ്യം നോക്കിക്കൊണ്ടിരിക്കും അല്ലെ. അത് കഴിഞ്ഞാൽ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ്, കൈയും കാലൊക്കെ ഓട്ടോമാറ്റിക് അങ്ങോട്ട് വരും. എന്നതുപോലെ ഇത് ജീവിതത്തിന്റെ ഒരു പാർട്ടാക്കി അങ്ങോട്ട് എടുത്താൽ മതി. വേറെ അതില് പ്രത്യേകിച്ച് ബർഡൻ എടുക്കേണ്ട നമുക്കൊരു ആവശ്യമില്ല ഇതില്. ഇത് ജീവിതത്തിന്റെ ഒരു സെക്ഷൻ, അത് അതിന്റെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് പോയിക്കോളും. കുറച്ച് കാലത്ത് കുറച്ച് സമയം അതിന് നമ്മൾ ഉപയോഗിക്കുക. എല്ലാവരും ഭക്തന്മാരാ, ആരും ഭക്തന്മാരല്ലാത്തവരുണ്ടാവില്ല. അത് നമ്മളൊന്ന് പറയില്ല, അതൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന രീതി തന്നെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കണം, അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പല കാര്യങ്ങൾ ഇതിപ്പോ ഇംഗ്ലീഷുകാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവനും പറഞ്ഞു കൊടുക്കണം. അവരോട് പറഞ്ഞു കൊടുക്കണം ഇടത്ത കൈ കൊണ്ട് കഴിക്കാൻ പാടില്ല, പ്രസാദം വാങ്ങിക്കാൻ പാടില്ല. അവർ ഇടത്ത കൈ കൊണ്ട് പ്രസാദം വാങ്ങിക്കാം അല്ലെ, അവർക്കറിയില്ല, അവർക്കൊന്നും അറിയില്ല. നമ്മുടെ സ്ഥിതി അതൊന്നല്ല, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അപ്പൊ നമ്മ തെറ്റായിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല, പക്ഷെ അവര് തെറ്റേ ചെയ്യുള്ളൂ, അവർ ചിന്താഗതി. അപ്പൊ വളരെ നമുക്ക് പെട്ടെന്ന് സ്പീഡപ്പിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവരും എത്ര 16 മാല എത്തിയവരുണ്ട് അല്ലെ, എല്ലാവരും കുറെ പേര് എത്തിയിട്ടുണ്ട്. അപ്പൊ എത്തി അല്ലേ. ഹരേ കൃഷ്ണ. ഞാനും 16 ആരാ 16 മാല? ജലജമാതേജിയാ അല്ല ആരാ പ്രഭു, 16 മാല പറഞ്ഞത്? ഉഷകുമാരി അല്ലേ, ഉഷ സുനിൽകുമാർ മാതാജി. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഉഷാ സുനിൽകുമാർ. ഉഷ സുനിൽകുമാർ മാതാജി. ഹരേ കൃഷ്ണ. ഹരിബോൾ. നോക്കുന്ന പ്രഭുജി, ഇന്ന് കണക്കെടുക്കുന്ന പ്രഭുജി. അന്ന് കണക്കെടുക്കാം. നമുക്ക് റെഡിയാണോ എല്ലാവരും? ഒന്ന് നോട്ട് ചെയ്തോ? അല്ല, നമുക്ക് 2 ദിവസം ഇപ്പൊ ഇത് കഴിയല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഉപദേശാമൃതം കഴിയും. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ് തുടങ്ങണതിന് മുന്നേ നമുക്ക് എടുക്കാം. അപ്പൊ 2 ദിവസം ഒന്നുകൂടെ ഒരു ട്രയൽ ആയിക്കോട്ടെ. അടുത്ത പാട്ടിലേക്ക് കടക്കണം നമ്മള്. ഇപ്പൊ നമ്മൾ 2 എണ്ണം കഴിയണ്. ഉപദേശാമൃതം കഴിഞ്ഞു, ഈശാവാസ്യോപനിഷത്ത് കഴിഞ്ഞു, ഭഗവത് കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടെ ഉള്ളു നമ്മളെ ലാസ്റ്റ് ചാൻസ്. അതാണ് അടുത്തത്. അത് ഭക്തിരസാമൃത സിന്ധു. അത് ഇതുപോലെ തന്നെ 19 ചാപ്റ്റർ, 1 മാസത്തോളം ഉണ്ട്. അതിനുള്ളിൽ വരെ നമ്മളെ ടാർഗറ്റ് കഴിയാണ്. പിന്നെ ഓരോരുത്തർ ചോദിച്ചാ 1 മാസത്തിനുള്ളിൽ നമ്മൾ ചെയ്യാം. പിന്നെ നമുക്ക് ഇഷ്ടത്തിന് സമയമുണ്ട്. പതുക്കെ പതുക്കെ നമ്മൾ വിടരുതെന്ന് മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് 4 മാല ജപിക്കുന്നവർ 4 മാല ജപിച്ചുകൊണ്ടിരിക്കുക, കുറയ്ക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. ഞാനൊന്ന് ഫാൻ ഓഫ് ആയിക്കോട്ടെ. പറയും മാതാജി. 6 മാല വരെ. സ്മിത 6 മാല ജപിക്കണ്ട പ്രഭുജി. മാതാജി പോരാ. രേഷ്മ 4 6 പോരാ, 8 വേണം. സെക്കൻഡ് ലെവലാകുമ്പോ 8 ലെവല് നമ്മൾ സെക്കൻഡ് ലെവലിന്റെ 2 ബുക്ക് കഴിഞ്ഞു. അപ്പൊ 8 എത്തണം നമ്മള്. എല്ലാവരും 8 എത്താൻ ശ്രമിക്കുക. 8 എത്താൻ എന്താ പ്രശ്നം? കാരണം 4 കാലത്ത് 4 വൈകിട്ട്, കാലത്ത് 1 അരമണിക്കൂർ, വൈകിട്ട് 1 അരമണിക്കൂർ. ഫിനിഷ്. നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം നാമജപത്തിന് മാറ്റി. ഓക്കെ. ഞാനെന്റെ ബുക്കില്ല, അപ്പൊ ഒരാള് ബുക്കിന്റെ ഭാവാർത്ഥം ഒന്ന് വായിക്കണം. ഞാൻ ശ്ലോകം ഒന്ന് വായിക്കാം. ഇപ്പൊ 10ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കർമ്മഭ്യ പരത്തോ ഹരി പ്രിയതയാ വ്യക്തിം യയുജാനിനസ് തേഭ്യോ ജ്ഞാന വിമുക്ത ഭക്തി പരമ പ്രേമനിഷ്ഠദാസ്തദർത്താഹ തേഭസ്ത്യസു പശുപാലക പങ്കജാചതസ്തൃസസ് തപോപ്യാപി സാരാധിക പ്രേഷ്ടതത്വദീയം തദീയ സരസി തം നാസ്ത്രയേത് കാംകൃതി. അതൊന്ന് വായിക്കോ? ആരെങ്കിലും ബുക്ക് ഉണ്ടോ? അതിന്റെ അർത്ഥം ശ്ലോകം വായിക്കാൻ പറ്റണ ശ്ലോകം വായിച്ചൊന്ന്.
ഭക്തികളേക്കാൾ ജ്ഞാനികൾ ഉന്നതർ, അവരെക്കാൾ മുക്തർ, അവരെക്കാൾ വജ്രഗോപികൾ, അവരെക്കാൾ ശ്രേഷ്ഠം ശ്രീമതി രാധാറാണിയുടെ മഹാഭാവ. മാതാജി സൗണ്ട് കുറച്ച് കട്ടാവുന്നുണ്ട്. രമ മാതാജി സ്റ്റാർട്ട് ചെയ്തല്ല. രമ ഹരേ കൃഷ്ണ മാതാജി പറയൂ. ഭാവാർത്ഥം: ഇക്കാലത്ത് എല്ലാ ജനങ്ങളും ഏതെങ്കിലും വിധത്തിലുള്ള കാമ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. കർമ്മങ്ങൾ ചെയ്ത് ഭൗതിക നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കർമ്മികൾ അഥവാ കാമ്യകർമ്മികൾ എന്ന് പറയപ്പെടുന്നു. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും മായയുടെ അധീനതയിൽ അകപ്പെട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. ഈ സംഗതി വിഷ്ണു പുരാണത്തിൽ സ്കന്ധം 6 അധ്യായം 7 ശ്ലോകം 61 ഇങ്ങനെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. വിഷ്ണു ശക്തി പരാ പ്രോക്ത ക്ഷേത്രജ്ഞാഖ്യ തഥാ പരാ പ്രഭുജി വായിക്കുന്നത്. ഭാവാർത്ഥ വായിക്കുന്നത്. ഭാവാർത്ഥമാണ് പരമപുരുഷോത്തമനായ ഭഗവാന്റെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. 1 ആത്മീയ ചൈതന്യം, 2 തടസ്ഥ ചൈതന്യം, 3 ഭൗതിക ചൈതന്യം. ഭൗതിക ചൈതന്യത്തെ മൂന്നാം തരം ശക്തിയായി അഥവാ തൃതീയ ശക്തിയായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ഭൗതിക ചൈതന്യത്തിന്റെ പരിധിയിൽപ്പെട്ട ജീവജാലങ്ങൾ ചിലപ്പോൾ നായ്ക്കളെ പോലെയും പന്നികളെ പോലെയും. ഇത്രം വായിക്കണ്ട, ഞാൻ ആ ഭാവാർത്ഥം മാത്രമാണ് പറഞ്ഞത്. അർത്ഥം ആ ശ്ലോകം അതിന്റെ താഴെ ഇട്ടുണ്ടാവില്ല. ഭാവാർത്ഥം പരിഭാഷ പരിഭാഷ അല്ല വായിച്ചിട്ടുള്ളത്. പരിഭാഷ മാത്രം വായിക്കൂ. ഫലമുളവാക്കുന്ന കർമ്മങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവരെക്കാൾ പരമപുരുഷോത്തമനായ ഹരി കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ജീവിതത്തിന്റെ ഉന്നത മൂല്യങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം നേടിയവരെയാണ് എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനമാർഗത്തിൽ അങ്ങനെ മുന്നേറിയ അനേകം ജനങ്ങളിൽ ജ്ഞാനം കൊണ്ട് മോചനം ലഭിച്ച ഒരാൾ ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് വരാം. അവൻ മുൻപേ പറഞ്ഞ എല്ലാവരെയുംക്കാൾ മികച്ചവനാണ്. എന്നാൽ കൃഷ്ണനിൽ വിശുദ്ധമായ പ്രേമം കൈവരിച്ചവൻ അവനേക്കാൾ ഉയർന്നവനാണ്. കൃഷ്ണനിൽ വിശുദ്ധ പ്രേമം സിദ്ധിച്ചവരിൽ വെച്ച് ദിവ്യ ഗോപാലബാലനായ കൃഷ്ണനെ സർവാത്മന ശരണം പ്രാപിച്ച ഗോപികൾ മുന്നിട്ടു നിൽക്കുന്നു. എല്ലാ ഗോപികളിലും വെച്ച് കൃഷ്ണന് പ്രിയപ്പെട്ടവളാണ് ശ്രീമതി രാധാറാണി. അത്രയും പ്രിയപ്പെട്ട ആ രാധാറാണിയെ പോലെ തന്നെ അവളുടെ സരസ് അഥവാ രാധാകുണ്ഠം എന്ന് കൃഷ്ണന് പ്രിയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ രാധാകുണ്ഠത്തിൽ താമസിച്ച് ആനന്ദോന്മാദമുളവാക്കുന്ന അപരാകൃത ഭക്തിഭാവങ്ങളാൽ നിർഭരമായ ആത്മീയ ശരീരത്തോടു കൂടി ദിവ്യ ദമ്പതികളായ ശ്രീ ശ്രീ രാധാ ഗോവിന്ദന്മാരുടെ പ്രേമസേവനത്തിൽ 8 തരത്തിലുള്ള ദൈനംദിന വിനോദങ്ങളായ അഷ്ടകാലീയ ലീലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീ ശ്രീ രാധാ ഗോവിന്ദന്മാരുടെ പ്രേമസേവനത്തിൽ ആരാണ് നിമഗ്നനാകാതിരിക്കുക? തീർച്ചയായും ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഭാഗ്യവാന്മാർ രാധാകുണ്ഠ പ്രേമഭക്തി സേവനം നിർവഹിക്കുന്നവരാണ്. മാതാജി വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. ഹരേഷ്ണ ശ്രദ്ധിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ ക്ലാസ് പറയുമ്പോ. ഓക്കെ, അപ്പോ പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഇതില് ഒരു കമ്പാരിസൺ കൊടുത്തിരിക്കുകയാണ്. നമ്മളെ ഈ ശ്ലോകത്തില് ജ്ഞാനികളേക്കാൾ ഉത്തമനാണ് ആരൊരു ഭക്തൻ എന്ന് പറയുമ്പോൾ. ആ ഭക്തൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഗോപികന്മാരുടെ അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ ഗോപികന്മാരിലും ഏറ്റവും ഉയർന്നത് അതാണ് രാധാറാണി. രാധാറാണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് രാധാകുണ്ട്. അപ്പൊ അതില് ആറാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അത് ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെടും. രാധാറാണിക്ക് ഇഷ്ടപ്പെട്ടത് ഭഗവാൻ ഇഷ്ടപ്പെടും. അപ്പൊ ആ രീതിയിൽ ഭക്തിയിലെ ഏറ്റവും ഉന്നതമായ ഒരു തലത്തെ പറ്റിയാണ് പറഞ്ഞത്. രാധാറാണിയുടെ അവസ്ഥയിൽ രാധാറാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറാം. അതാണ് ഭക്തി എന്ന് അതാണ് ഈ ശ്ലോകത്തിൽ കൂടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ബലമുളവാക്കുന്ന കർമ്മങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവരെക്കാൾ പരമ പുരുഷോത്തമനായ ഹരി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജീവിതത്തിന്റെ ഉന്നത മൂല്യങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം നേടിയവരാണ് എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്.
അപ്പൊ നമുക്കത് പഠിച്ചിട്ടുണ്ട്, ഭഗവത്ഗീത പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമുക്കറിയാം അല്ലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്നത് നമ്മൾ സുഹൃതികളെ പറ്റി പറയുമ്പോൾ, 4 തരം സുഹൃതികളെ പറ്റി പറയുമ്പോൾ, ആ 4 തരം സുഹൃതികളിൽ തന്നെ ഏറ്റവും ഉയർന്ന തലം ആർക്കാണെന്ന് ചോദിച്ചാൽ ജ്ഞാനികളാണ്. ഇപ്പൊ ദുഃഖിതരുണ്ട്, ധനമാകി കാക്ഷിക്കുന്നവരുണ്ട്, അതുപോലെ ജ്ഞാനികളുണ്ട്, അതുപോലെ അങ്ങനെ 4 തരം ഗ്രൂപ്പ് ഉണ്ട് നമുക്കറിയാം ഭക്തന്മാരിൽ തന്നെ ഇനീഷ്യൽ സ്റ്റേജിലുള്ളത്. ഇനീഷ്യൽ സ്റ്റേജിലുള്ള 4 ഭക്തരിൽ തന്നെ ഏറ്റവും ഉയർന്നവരാണ് ആര്? ജ്ഞാനികൾ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ജ്ഞാനികളെ പറ്റി പറഞ്ഞു. അപ്പൊ അതാണ് ശാസ്ത്രത്തിൽ ഭഗവതി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ജ്ഞാനിക്ക് തന്നെ നമുക്കറിയാം, ശ്ലോകം തന്നെ ഓർമ്മയുണ്ട്, ബഹുനാം ജന്മനാമന്റെ ജ്ഞാനവാൻമാം പ്രപത്യത്തെ വാസുദേവൻ സർവമിതി സമഹാത്മാ സുദുർലഭ. ആ ജ്ഞാനികൾക്ക് തന്നെ വളരെയധികം ജന്മങ്ങൾക്ക് ശേഷമാണ് ഭഗവാനെ ലഭിക്കുക എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. ജ്ഞാനിയിലാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ ജ്ഞാനിക്ക് തന്നെ പല ജന്മങ്ങളും എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പൊ ജ്ഞാനിനേക്കാളും ഉയർന്ന തലമാണ് ജ്ഞാനമാർഗത്തിൽ അങ്ങനെ മുന്നേറി അനേകം ജന്മങ്ങളിൽ ജ്ഞാനം കൊണ്ട് മോചനം ലഭിച്ച ഒരാൾ ഭക്തി സേവനങ്ങളിൽ ഏർപ്പെട്ടെന്ന് വരാം. അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് അറിവ് കിട്ടണം അല്ലെ, ഭഗവാനെ പറ്റി അറിയാനും അറിഞ്ഞും അങ്ങനത്തെ കാര്യങ്ങളില് കുറെ ജന്മങ്ങൾ ചിലപ്പോൾ വേണ്ടി വരാം ഭഗവാനെ പരിപൂർണമായിട്ട് അറിയാൻ. അങ്ങനെ ആ വ്യക്തി പതുക്കെ പതുക്കെ എന്താണ് ഭക്തിയുത സേവനങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടെന്ന് വരാം. അവൻ മുൻപറഞ്ഞ എല്ലാവരെക്കാളും മികച്ചവനാണെന്ന് കൃഷ്ണനിൽ വിശുദ്ധമായ പ്രേമം കൈവരിച്ചില്ല അവനേക്കാൾ ഉയർന്നവനാണ്. അപ്പൊ എന്താണ്? ജ്ഞാനികളെക്കാൾ ഉയർന്നതാണ് ആര്? ഭക്തൻ. ജ്ഞാനി ഭക്തന്റെ തലത്തിലേക്ക് വരണം. പക്ഷെ ഭക്തൻ എന്താണ്? ആൾറെഡി ജ്ഞാനിയും കൂടി ആയിരിക്കും. കാരണം നമ്മൾ അറിയണ എന്തിനാണ്? അറിയാൻ ശ്രമിക്കുന്ന ഭഗവാനെ പറ്റി അറിയാനാണ് അല്ലെ. അപ്പൊ ഭഗവാനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല. ഭക്തൻ എന്താണ്? ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവാനെ പറ്റി അറിഞ്ഞിരിക്കും. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ, നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതൊക്കെ ഉണ്ടാക്കി നമ്മൾ കുടിക്കണം. പാൽപ്പായസം ഒക്കെ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഇട്ട് പഞ്ചസാര ഇടാം, അങ്ങനെ എല്ലാം ഇട്ട് നമ്മൾ എന്താണ് പാൽപ്പായസം കുടിച്ചു. അതാണ് ജ്ഞാനി. അവൻ ലാസ്റ്റാണ് പാൽപ്പായസം കുടിക്കുന്നത്. നമുക്കൊരാൾ നേരിട്ടൊരു പാൽപ്പായസം കൊണ്ട് നമ്മൾ കുടിക്കുന്നു, അതാണ് ഭക്തൻ. ക്ലിയർ ആയില്ലേ? അതാണ് ജ്ഞാനിയും ഭക്തൻ. അപ്പൊ എന്താണ്? പാൽപ്പായസം കുടിക്കുക എന്നതാണ് ലക്ഷ്യം. ഭഗവാനെ അറിയാ, ഭഗവാനിൽ സേവനങ്ങൾ ചെയ്യുക, ഭക്തിയിൽ ഏർപ്പെടാ എന്നതാണ് ലക്ഷ്യം. ഭക്തനാവാ എന്നതാണ് ലക്ഷ്യം. അപ്പൊ ജ്ഞാനിക്ക് എന്താണ്? അറിയണ കാരണം കൊണ്ട് ഇതെല്ലാം ചെയ്ത് ലാസ്റ്റ് അതിലേക്ക് എത്തും. ഭക്തനെ സംബന്ധിച്ച് അത് അറിയേണ്ട ആവശ്യമില്ല. അവന്റെ കൈക്ക് നേരിട്ട് കിട്ടിയ കാര്യമാണ്, അവൻ അത് ഉപയോഗിക്കണം. അതാണ് ഭക്തനാണ് ജ്ഞാനിനേക്കാളും ഉയർന്നവൻ. അവൻ മുൻ പറഞ്ഞ എല്ലാവരെക്കാളും മികച്ചവനാണ്. എന്നാൽ കൃഷ്ണനിൽ വിശുദ്ധ പ്രേമം കൈവരിച്ചവൻ അവനേക്കാൾ ഉയർന്നതാണ്. കാരണം എന്താണ്? ജ്ഞാനി അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോഴോ ഭക്തിയിലേക്ക് വരുള്ളൂ. നമ്മ 18ാം പടി എടുക്കാന്ന് പറഞ്ഞാൽ 17ാം പടി വരെയും ജ്ഞാനാണ്. 18ാം പടിയാണ് ഏത്? പ്രേമഭക്തി, അല്ലെങ്കിൽ ഭക്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ 18 ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, അത് വേറെ ചിന്താഗതിയാണ്. ഞാൻ അതിന്റെ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എന്താണ് പ്രേമഭക്തി എന്ന് പറയുന്നത്. കൃഷ്ണ കൃഷ്ണനിൽ വിശുദ്ധ പ്രേമം സിദ്ധിച്ചവരിൽ ദിവ്യ ഗോപാല ബാലനായ കൃഷ്ണനെ സർവാത്മന ശരണം പ്രാപിച്ച ഗോപികൾ മുന്നിട്ട് നിൽക്കുന്നു. രണ്ടാമത്തെ ആൻസർ അപ്പൊ എന്തെഴുതണം? എങ്ങനെയുള്ളവരെ ഭഗവാൻ കൂടുതൽ ഇഷ്ടം? ഏതായത്? ഒരു സെക്കൻഡ്, ഞാൻ കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ പിന്നെ ഡിസ്കസ് ചെയ്യാം. പോലെ ഒരു സെക്കൻഡ്. അപ്പൊ ഇതിൽ പറഞ്ഞത് ജ്ഞാനികളിലേക്കാളും ഉയർന്നവനാണ് ഭക്തൻ. അതാണ് ഫസ്റ്റ് പറയുന്നത്. അതാണ് അവരിൽ മുൻ പറഞ്ഞ എല്ലാവരെക്കാളും മികച്ചവനാണ് ആര്? ജ്ഞാനി. അപ്പൊ മുൻ പറഞ്ഞവരാരാണ്? അതില് ധനം കാക്ഷിക്കുന്നവര്, അല്ലെങ്കിൽ ദുഃഖമുള്ളവര്, അല്ലെങ്കിൽ ജിജ്ഞാസുള്ളവര്, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 4 ഗ്രൂപ്പിലെ ഏറ്റവും ഉയർന്ന ലെവലാണ് ആര്? ജ്ഞാനിക്കുള്ളൂ. ആ ജ്ഞാനിയിലും ഉയർന്ന തലമാണ്. അതാണ് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ അടുത്തൊരു ലെവലാണ് ഭക്തി എന്ന് പറഞ്ഞത്. മുക്തിയുടെ അപ്പുറമാണ് ഭക്തി എന്ന് പറയുന്ന കാര്യം തന്നെ. അപ്പൊ ആ ലെവൽ എത്തുമ്പോഴാണ് വിശുദ്ധ പ്രേമം കൈവരിച്ചവർ, അവരാണ് എല്ലാവരെയും ഉയർന്നത്. അപ്പൊ വിശുദ്ധ പ്രേമം കൈവരിക്കലാണ് എല്ലാവരുടെയും ലക്ഷ്യം.
കൃഷ്ണന് വിശുദ്ധ പ്രേമം സിദ്ധിച്ചവരിൽ വെച്ച് ദിവ്യ ഗോപാലബാലനായ കൃഷ്ണന്റെ സർവാത്മാൻ ശരണം പ്രാപിച്ച ഗോപികൾ മുന്നിട്ട് നിൽക്കുന്നു. അടുത്ത ഒന്നും കൂടെ പറഞ്ഞു തരുന്നു. ഭക്തന്മാരിൽ തന്നെ വീണ്ടും കാറ്റഗറി തിരിക്കുകയാണ്. അതിൽ തന്നെ ഭക്തന്മാരിൽ തന്നെ ഉയർന്നത്. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ അല്ലേ, എല്ലാവരും പാസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ A+കാരുണ്ടാവും, A++ ഉണ്ടാവും, B ഉണ്ടാവും, B+ ഉണ്ടാവുന്ന പോലെ എല്ലാവരും പാസ്സാണ്. അതല്ല, ഭക്തിയിലേക്ക് എല്ലാവരും കടന്നു, എല്ലാവരും പ്രേമഭക്തിയിലേക്ക് കടന്നു. പക്ഷെ അതിൽ തന്നെ പല സെക്ഷനായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതില് പ്രേമസിദ്ധി, കൃഷ്ണനിൽ വിശുദ്ധ പ്രേമ സിദ്ധിച്ചവരിൽ വെച്ച് ദിവ്യ ഗോപാലനായ കൃഷ്ണനെ സർവാത്മന ശരണം പ്രാപിച്ച ഗോപികൾ മുന്നിട്ട് നിൽക്കുന്നു. അപ്പൊ ഗോപികളുടെ അവസ്ഥ, അവരാണ് ഏറ്റവും ഉയർന്നത്. എല്ലാവരും ഭക്തർ തന്നെയാണ്, പക്ഷെ എന്താണ് ഗോപികമാരുടെ അവസ്ഥ അതിനേക്കാളും ഉയർന്നതാണ് എന്ന് പറയാണ്. എല്ലാ ഗോപികളിലും വെച്ച് കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ശ്രീമതി രാധാറാണി. അപ്പൊ ഗോപികമാരിൽ വെച്ച് അടുത്ത ഒന്നും കൂടെ ലെവൽ ഉയർത്താണ്. നമ്മൾ B+, C, പിന്നെന്താ A+, എന്ന് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഉയർന്ന രീതിയാണ് രാധാറാണി. രാധാറാണിയാണ് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പൊ ഭക്തിയുടെ രൂപം എന്ന് പറഞ്ഞത് രാധാറാണിയാണ്. അത്രയും പ്രിയപ്പെട്ട ആ രാധാറാണിയെ പോലെ തന്നെ അവളുടെ സരസ് രാധാകുണ്ഡവും പ്രിയപ്പെട്ടിരിക്കുന്നു. അപ്പൊ രാധാറാണിയെ പോലെ തന്നെയാണ് ഭഗവാൻ. എന്താണ് രാധാറാണിക്ക് പ്രിയപ്പെട്ടത് എന്തോ അത്. അപ്പൊ രാധാറാണിക്ക് പ്രിയപ്പെട്ടത് രാധാകുണ്ടാണ്. അപ്പൊ അതേപോലെ തന്നെ ഭഗവാനും രാധാകുണ്ട് അത്ര ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറയാണ്. അപ്പൊ രാധാകുണ്ടിനും രാധാറാണിക്കും ഒരേ പ്രയോറിറ്റി കൊടുക്കാണ് ഭഗവാൻ. രാധാറാണിക്കും രാധാകുണ്ടിനും. രാധാറാണിക്ക് എന്താണ് ഇഷ്ടപ്പെട്ട് അതാണ് ശരിക്കും നമ്മള് ഭക്തിയില് രാധനെ പ്രാർത്ഥിക്കാൻ കാരണം. ഇപ്പൊ നമ്മൾ വൃന്ദാവനത്തിൽ ചെന്ന് രാധനോട് പറയാണ്. എന്താണ് രാധനെ രാധാറാണിനോട് പറയാണ്. ശരിക്കും നമ്മൾ പറയുന്നുണ്ട് ആത്മീയ ലോകത്തില് കൺട്രോൾ ചെയ്യുന്നത് ആത്മീയ ശക്തി എന്ന് പറഞ്ഞ രാധാറാണി. അതാണ് ഈ കാരണം. രാധാറാണിക്ക് പ്രിയപ്പെട്ടത് ഭഗവാന് പ്രിയപ്പെട്ടതായി. അതാണ് ആ കാര്യം പറഞ്ഞു വരുന്നത്. അപ്പൊ രാധാറാണിക്ക് ഇഷ്ടപ്പെട്ടാണ്. അപ്പൊ രാധാകുണ്ടിൽ സ്നാനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് അത് തിരിയുന്നത്. അത് അപ്പൊ രാധാകുണ്ട് പ്രിയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ ഇരിക്കെ ആ രാധകുണ്ടത്തിൽ താമസിച്ച് ആനന്ദോത്മതമുളവാക്കുന്ന അപരാകൃത ഭക്തിഭാവങ്ങൾ നിർഭയമായ ആത്മീയ ശരീരത്തോടു കൂടി അതായത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ ആ ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഗോപികമാരുടെ കാലടിപ്പാടുകൾ പിന്തുടരുക, പിന്നെ എന്നിട്ട് രാധാറാണിയുടെ കാലടിപ്പാടുകൾ പിന്തുടരുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ രാധാറാണി, അത് രാധാകുണ്ട് ആ സ്ഥലത്ത് താമസിച്ച് അവിടുത്തുള്ള ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, രാധയ്ക്ക് ഇഷ്ടപ്പെട്ട രാധാകുണ്ടത്തില് താമസിച്ച് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അതിന്റെ സ്റ്റെപ്പുകളാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഭക്തി കൂടിക്കൊണ്ടിരിക്കും. നമ്മളെ സ്റ്റേജിൽ പറയുമ്പോൾ ഇങ്ങനത്തുള്ള സ്ഥലങ്ങളിൽ താമസിക്കുകയും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭക്തിയുടെ ലെവല് കൂടും. അത് ഏറ്റവും ഉയർന്ന തലമാണ്. അത് നമുക്ക് മനസ്സിലാവില്ല. നമ്മ രാധാകുണ്ടിൽ പോയി കുടിച്ചാല് നമുക്ക് പ്രത്യേകിച്ച് വെസ്റ്റ് വരണമെന്നില്ല. ആ തലത്തില് നമ്മൾ എത്തും. ആ തലത്തിൽ എത്തുമ്പോ രാധാകുണ്ട് പോലെ തന്നെ തോന്നും. അല്ലാത്തത് നമ്മൾ പറഞ്ഞു ഗംഗാനദീനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗംഗാനദി ആയിട്ട് തോന്നും. ഓക്കെ, ഗംഗാനദിയാണ്, പക്ഷെ നമ്മൾ കാണുന്നത് ചെളിയായിരിക്കും. നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും. ആ തലത്തിൽ എത്തുമ്പോ മലിനം എന്നുള്ളൊരു കാര്യം തന്നെ ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, ഇത് സത്യം. നമ്മൾ ചരിത്രവും ഇതും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും രണ്ടാണ്. നമ്മൾ ചരിത്രം കൂടെ ലിങ്ക് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടും. പക്ഷെ എന്താണ്, ആത്മീയതയും കൂടെ കണക്ട് ചെയ്യുമ്പോൾ അത് രണ്ടും കിട്ടും. അപ്പൊ രണ്ടും രണ്ട് രീതിയിൽ കാണേണ്ടി വരും. അത് ഉയർന്ന തലത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ, പാൽപ്പായസം കണ്ടിട്ട് കാര്യമില്ല, അത് കഴിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ദിവ്യ ദമ്പതികളായ ശ്രീ രാധ ഗോവിന്ദന്മാരുടെ പ്രേമ സേവനത്തിൽ 8 തരത്തിലുള്ള ദൈനംദിന വിനോദങ്ങളായ അഷ്ടകാലിക ലീലകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീ രാധാ ഗോവിന്ദന്മാരുടെ പ്രേമ സേവനത്തിൽ ആരാണ് നിമഗ്നായിരിക്കുക? തീർച്ചയായും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാഗ്യമാർ രാധാകുണ്ടത്തിലിരുന്ന് പ്രേമഭക്തി സേവനം നിർവഹിക്കുന്നവരാണ്. അപ്പൊ ശരിക്കും പ്രേമഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്നാൽ രാധാറാണിയും ഭഗവാനും കൂടിയിട്ടുള്ള പ്രേമ സേവനം, ആ പ്രേമത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. പല കാര്യങ്ങളും സപ്പോർട്ടിന് വേണ്ടി. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, മഞ്ചരികള്, അതായത്
ഗോപികന്മാരുടെ തന്നെ ഗോപികന്മാര് തന്നെ ചെയ്യുന്ന എന്താണ് ഈ ലീലകൾക്ക് വേണ്ടിയിട്ടുള്ള 8 ലീലകൾ പറയുന്നത്. അതിന് മെയിൻ ആയിട്ട് വരുന്നുണ്ട്. കാലത്ത് ഒരു ലീല, ഉച്ചയ്ക്ക് ഒരു ലീല, അതുപോലെ തന്നെ വൈകിട്ട് ഒരു ലീല, അങ്ങനെ പല പല ലീല, അങ്ങനെ 8 ലീലകൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ 8 ലീലകളിലും ഭഗവാനും രാധാറാണിയും തമ്മിലുള്ള ലീലകളില് നമ്മൾ ഉൾപ്പെടുക. പല കാര്യങ്ങൾ ഇപ്പൊ മഞ്ജരികളും ഗോപികുമാരും ഉൾപ്പെടുന്നത് പോലെയും നമ്മൾ അതിൽ ഉൾപ്പെടുക. അങ്ങനെ ഇരിക്കുന്ന വ്യക്തികളാണ് പറയുന്നത് തീർച്ചയായും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവന്മാർ എന്ന് പറയുന്നത്. രാധകുണ്ഡത്തിലിരുന്ന് പ്രേമഭക്തി സേവനം നിർവഹിക്കുന്നവരാണ്. അപ്പൊ ഭഗവാന്റെ രാധാറാണിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാധകുണ്ഡത്തിൽ ഇരുന്ന് തന്നെ രാധയുടെയും ഭഗവാന്റെയും ലീലകൾക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്നാ പറയുന്നത്. അതാണ് ആ പോയിന്റിലേക്ക് എത്തുന്നത്. സ്റ്റെപ്പ് ഉയർന്ന് നമ്മള് ആ തലം, അതാണ് ഞാൻ പറഞ്ഞില്ലേ ഭാവഭക്തി എന്ന് പറയണില്ലേ, ആ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ജ്ഞാനികളാണ്, ശരിയാണ്, ജ്ഞാനികൾ നല്ലതാണ്, ദുഃഖിതർ നല്ലതാണ്, ഇതൊക്കെയാണ്. അതിന് ഉയർന്ന് ഭക്തിയുടെ പല സ്റ്റെപ്പുകളാണ്. അതിന്റെ ഏറ്റവും ഉയർന്ന ആ ലെവലാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും മായയുടെ അധീനയിൽ അകപ്പെട്ടാണ് കഴിയുന്നത് എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു. ശരിക്കും നമ്മൾ മായയിലാണ്, നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോ തന്നെ ചിന്തിച്ചല്ലറിയാം. നമ്മളെ ജീവിതത്തിൽ ഒരേ കാര്യങ്ങളും നീക്കി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ. അതാണ് അത് മനസ്സിലാക്കാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അത് മായയാണ്. മായയില് നമുക്ക് എന്താ സംഭവിക്കുന്ന അറിയില്ല. നമ്മൾ ഇങ്ങനെ പറയില്ല, ഒരു വെള്ളത്തിന്റെ പൊങ്ങുനടി പോലെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പോകണം, അങ്ങനെ പോയി ഒരു നദിയിൽ നിന്ന് അടുത്ത നദിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും മായയുടെ അധീനയിൽ അകപ്പെട്ട് കഴിയുന്നെന്ന് വിഷ്ണു പുരാണം നമുക്ക് ഒട്ടും മനസ്സിലാവണില്ല. അപ്പൊ അതല്ല, ഇതൊരു നദിയിൽ നമ്മൾ പെട്ടാണെന്ന് നമ്മൾ അത് മനസ്സിലാവില്ല നമുക്ക് സത്യത്തില്. അപ്പൊ അതിൽ നിന്നൊരു തിരിച്ചറിവ് എന്ന് കിട്ടുന്നോ എന്നാണ് നമ്മൾ ഭക്തിയിലേക്ക് പരിപൂർണമായിട്ട് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. മായന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അല്ലാണ്ട് ഭക്തി കിട്ടാനല്ല. ഭക്തിയൊക്കെ പിന്നത്തെ സ്റ്റെപ്പാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ, ശ്രദ്ധ, സാധു, സംഘഭജന, ക്രിയ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് അൾട്ടിമേറ്റ്. ഈ മായ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഭൗതിക ലോകത്തിൽ നമുക്ക് ഒരിക്കലും പിടികിട്ടില്ല. ഒന്ന് കഴിഞ്ഞ് അടുത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മായനെ പറ്റി പറഞ്ഞു തരാണ്. പിന്നെ ഭഗവാന്റെ ചൈതന്യത്തെ, ഇതും മായ എന്ന് പറയുമ്പോ തന്നെ അത് ഭഗവാന്റെ ചൈതന്യം തന്നെയാണ്. അതാണ് പറയുന്നത്. മമമായ ദുരദ്യ എന്ന് ഭഗവാൻ പറയുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അത്ര ഈസി അല്ല. അതും ഭഗവാന്റെ തന്നെ ചൈതന്യമാണ്. ആത്മീയ ചൈതന്യം, തടച്ച ചൈതന്യം, ഭൗതിക ചൈതന്യം, അങ്ങനെ 3 ചൈതന്യങ്ങളുണ്ട്. നമ്മളെ ചൈതന്യം തടസ്സ ചൈതന്യമാണ്, അല്ല, ജീവാത്മാവാണ്. നമ്മള് തടസ്സ ചൈതന്യത്തിലായിരിക്കുന്നത്. ആത്മീയ ചൈതന്യം, അതായത് ഇപ്പൊ പറഞ്ഞത് രാധാറാണിയുടെ കൺട്രോളിലുള്ള ചൈതന്യങ്ങൾ മുഴുവനും ആത്മീയ ചൈതന്യമാണ്. ഭൗതിക ചൈതന്യം, പ്രകൃതിയിലുള്ള എല്ലാ ജീവാത്മാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി, പഞ്ചഭൂത നിർമ്മിതങ്ങൾ, വൈവിധ്യങ്ങൾ മുഴുവനും ആരാണ്? ഭൗതിക ചൈതന്യത്തിന്റെ അണ്ടറിലുള്ളതാണ്. ഈ അണ്ടറിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആത്മീയ ചൈതന്യത്തിലേക്കും കടക്കാം, ഭൗതിക ചൈതന്യത്തിലേക്കും കടക്കാം. അപ്പൊ നമ്മുടെ ആത്മീയ ചൈതന്യത്തിലേക്ക് കടക്കുമ്പോഴാണ് പിന്നെയാണ് നമുക്ക് ഭക്തി സ്റ്റാർട്ടാവുന്നത്. ആത്മീയ ചൈതന്യത്തിലേക്ക് കടക്കുക എന്നത് പറയുമ്പോ തന്നെ അതെന്താണ്? ആത്മീയതയായി അവിടെ ആയിട്ടുള്ളൂ, ആത്മീയത ആയിട്ടുള്ളൂ. പിന്നെ അത് ഭക്തിയിലേക്ക് കടക്കണം. ജ്ഞാനിയാണെങ്കിലും ആത്മീയതയാണ്, യോഗിയാണെങ്കിലും ആത്മീയതയാണ്, സിദ്ധനാണെങ്കിലും ആത്മീയതയാണ്, ഒരു സംശയമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിൽ എടുക്കുമ്പോഴാണ് ഭക്തൻ എന്ന് പറയുന്നത്. ഈ ഭക്തൻ തന്നെ പല സെക്ഷൻ ഉണ്ട്, നമുക്ക് മനസ്സിലായിപ്പ. അതാണ് പറഞ്ഞു വരുന്നത്. ഭൗതിക ചൈതന്യത്തെ തൃതീയ ശക്തിയായി പരിഗണിച്ചിരിക്കുന്നു. ഭൗതിക ചൈതന്യത്തെ തൃതീയ ശക്തിയായി പരിഗണിച്ചിരിക്കുന്നു. ഭൗതിക ചൈതന്യത്തിൽ ജീവജാല ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ശക്തികളെ പറ്റി പറഞ്ഞു തരാണ്. അപ്പൊ എന്താണ്? ജീവജാലം, ഇന്ദ്രിയ ഭൗതിക ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിക്ചർ കണ്ടുകൊണ്ടിരിക്കുക, സിനിമാ ഹാളിൽ ഒരു പിക്ചർ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മറന്നുപോലല്ലേ? പിക്ചർ ഹാളിലത്തെ മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, അവിടുത്തെ കഥാപാത്രങ്ങളൊക്കെ നോക്കിയിരുന്ന്. ഇത് തന്നെയാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തില് നമ്മളെ തന്നെ മറന്നു പോണ അവസ്ഥ.
അതാണ് ഭൗതിക ചൈതന്യത്തിൽ. നമ്മൾ ഭൗതിക ചൈതന്യത്തിൽ കടന്നു കഴിഞ്ഞാൽ ജീവജാലം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കും. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു തരുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചാണ്. ക്ഷീണേ പുണ്യം അർത്ഥ ലോക വിശന്തി. പ്രിയ ഭൗതിക ലോകം തന്നെ, അതായത് 17-14 ലോകം തന്നെ എന്താണ്? മായയുടെ അണ്ടറിലാണ്. ദുർഗാദേവിയാണ് അതിന്റെ 100% കൺട്രോളർ. അതായത് താഴത്തോട്ട് അടിവരെയുള്ള പാതാളം തൊട്ട് ഏറ്റവും ഉയർന്ന ബ്രഹ്മലോകം വരെ ഉള്ളത് എന്താണ്? ഭൗതിക ലോകം തന്നെയാണ്. അതിന്റെ ഓവറോൾ കൺട്രോളർ ആണ് ലക്ഷ്മി ദേവി. അതാണ് ലക്ഷ്മി ദേവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭൗതിക സുഖങ്ങളും ലഭിക്കും എന്ന് പറഞ്ഞു. ഭൗതിക ലോകത്തിന്റെ കൺട്രോളർ കംപ്ലീറ്റ് ലക്ഷ്മി ദേവിയാണ്. പിന്നെ ഈ ലക്ഷ്മി ദേവി തന്നെയാണ് ശരിക്കും സരസ്വതി ദേവി ചൈതന്യം തന്നെയാണ് നമ്മളെ ഫസ്റ്റ് ചെക്ക് ചെയ്യണത്. നമുക്ക് ഭൗതികതയല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുള്ളൂ. ഏത്? ഭഗവാന്റെ അടുത്ത ലോകത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെന്ന് പറഞ്ഞു, ഇത് നമ്മൾ വിടണം. അത് വിടാത്തോടത്തോളം കാലം നമുക്ക് വരുന്ന കാര്യമാണ് ക്ഷീണേ പുണ്യം അർത്ഥലോക വിശുദ്ധി. നമ്മ പിടിക്കും. അപ്പൊ എന്താണ്? അതിനു വേണ്ടി ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി പല യജ്ഞങ്ങൾ ചെയ്യാം, തപസ്സുകൾ ചെയ്യാം, ദാനങ്ങൾ ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോഴും എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ലക്ഷ്മി ദേവിയുടെ കൺട്രോളിൽ തന്നെയാണ് അപ്പോഴും നിൽക്കുന്നത്. ഇതെല്ലാതും കഴിഞ്ഞിട്ട് ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അടുത്ത ഈ ക്ഷീണ പുണ്യ മർത്യലോകം മർത്യലോകം ഇല്ലാത്ത ഒരു ലോകത്തിൽ കിടക്കണം. അല്ലാത്തടത്തോളം കാലം ദാനം ചെയ്താലും യജ്ഞം ചെയ്താലും തപസ് ചെയ്താലും നമ്മൾ ഈ മർത്യലോകത്തിലേക്ക് തന്നെ വരും. അതാണ് പറഞ്ഞത് ക്ഷീണ പുണ്യ മർത്യൽ. ഇതല്ല ഭക്തി എന്ന് പറഞ്ഞു തരുന്നത്. കർമ്മികൾ സത്കർമ്മങ്ങളുടെ ഫലമായി സ്വർഗ ആദി ലോകങ്ങളിലേക്ക് പോകുമെങ്കിലും കർമ്മികൾ ക്ലിയർ ആയിട്ടുണ്ട്. കർമ്മം ചെയ്യുന്നവർ നമ്മളെ കർമ്മമല്ല, നമ്മൾ കർമ്മമല്ല ചെയ്യുന്നത്. നമ്മളെ രീതിയിൽ നമ്മ കർമ്മികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മ കർമ്മമല്ല. കർമ്മം എന്ന് പറയുമ്പോൾ ധർമ്മത്തിന് അനുഷ്ഠിതമായി ജീവിക്കുന്നവരെയാണ് കർമ്മികൾ എന്ന് പറയുള്ളൂ. ധർമ്മത്തിന് എന്തോ ഭയം കൊണ്ട് നമ്മളെ ഭാരതം കുറെ ധർമ്മത്തിന്റെ അനുഷ്ഠിതമാണ് നമ്മളെ സംസ്കാരം. അതിന് കുറെ അതിനനുസരിച്ച് പോകും. അതിന് എക്സാമ്പിൾ നമ്മൾ വേറെ ഒരു ഫോറിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ധർമ്മം വേറെ രീതിയിലായിരിക്കും. അവർക്ക് അവരുടെ കാര്യം ബാക്കിയുള്ള കാര്യങ്ങളും നോട്ടില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുറെയൊക്കെ നമുക്കിൽ ഉണ്ട്. ഇതൊക്കെയാണ് കർമ്മികൾ. അതൊക്കെ എന്താണ്? നമ്മളെ സംസ്കാരം, നമ്മളെ വേദങ്ങൾ കണക്റ്റാണ്. അപ്പൊ 100% ധർമ്മത്താൻ നിഷ്ഠിതമായി ജീവിക്കുന്നവർ അവർക്ക് സൽക്കർമ്മങ്ങളുടെ ഫലമായി സ്വർഗലോകങ്ങളിലേക്ക് കടക്കാൻ കഴിയും. ഈ 14 ലോകങ്ങളിലേക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനനുസരിച്ച് പോകും വരവൊക്കെ ചെയ്യാം. നമുക്ക് പോകുമെങ്കിലും പുണ്യഫലങ്ങൾ ക്ഷയിക്കുമ്പോൾ അവിടത്തെ കൺട്രോള് കഴിയുമ്പോൾ ആ പുണ്യഫലങ്ങൾ ക്ഷയിക്കുമ്പോൾ നമ്മൾ താഴത്തേക്ക് വരും. അതാണ് ക്ഷീണ പുണ്യമർത്തലോക വിശുദ്ധി എന്ന് പറഞ്ഞത്. അപ്പോഴും നമ്മൾ മായാലോകത്തിലാണ്, മായാദേവിയുടെ കൺട്രോളിലാണ്, ദുർഗാദേവിയുടെ കൺട്രോളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വൈദ്യജ്ഞാനം ഇല്ലാത്ത കർമ്മം ചെയ്യുന്നവര് വികർമ്മികൾ എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞു ജ്ഞാനില്ല, തെറ്റപ്പം നമ്മളെ ജനറൽ ആയിട്ടുള്ള അവസ്ഥ. ജ്ഞാനമില്ല, ഏതാണ് ശരി ഏതാ തെറ്റാണെന്ന് അറിയില്ല. അതിന് വൈദിക ജ്ഞാനം ആവശ്യമാണ് നമുക്ക് കർമ്മം ചെയ്യുന്നതിന്. അതില് ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ധർമ്മം അധർമ്മം അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ ഈ ക്ഷീണ പുണ്യ മർദ്ദ ലോകത്തിലേക്ക് കടക്കുള്ളൂ. അല്ലെങ്കിലോ നമ്മൾ വികർമ്മം ചെയ്യണമെങ്കിൽ നമ്മൾ താഴത്തെ ലോകത്തിലേക്ക് തന്നെയായിരിക്കും നമ്മൾ പോവാൻ. അതാണ് അങ്ങനെ ചെയ്യുമ്പോൾ വികർമ്മികൾ കർമ്മത്തിന്റെ ഓപ്പോസിറ്റ്, വേദങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം ചെയ്യാം. നമുക്കറിയില്ല, അറിഞ്ഞാലും ചെയ്യുന്നവരുണ്ട്. അവർ പിന്നെ അസുര ജന്മത്തിലേക്ക് കൂട്ടാം. വൈദ്യജ്ഞാനത്തെ ആധാരമാക്കി കർമ്മം ചെയ്യുന്ന വിഷ്ണുവിൽ നിന്ന് അനുഗ്രഹം നേടുന്നതിന് വേണ്ടി അനുഷ്ഠിക്കുന്നവരാണ്. അപ്പൊ വൈദിക ജ്ഞാനത്തിൽ ആധാരമായി കർമ്മം ചെയ്യുന്നവർ, അപ്പൊ അങ്ങനെ ചെയ്യുന്നവരെ കർമ്മികൾ എന്ന് പറയുള്ളൂ. ബാക്കിയുള്ളവരെ കർമ്മികൾ എന്നും കൂടെ പറയാൻ പറ്റില്ല നമുക്ക്. അവർക്ക് എന്താണ്? വിഷ്ണു എന്ന അനുഗ്രഹം നേടുന്നതിന് വേണ്ടി അനുഷ്ഠിക്കുന്നവരാണ്. അപ്പൊ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ ജീവിതം പതുക്കെ ഉയർന്ന ജ്ഞാനികൾ എന്നുള്ള ലെവലിലേക്കൊക്കെ പതുക്കെ അവര് ഉയർന്നു വരും. അതാണ് പ്രത്യേകത. വേദങ്ങളിൽ കർമ്മം ചെയ്യുന്നവർ കർമ്മികളെക്കാൾ ഉയർന്നവരും കൃഷ്ണന് പ്രിയപ്പെട്ടവരുമാകുന്നു. വേദങ്ങളനുസരിച്ച് കർമ്മം ചെയ്യുന്നവർ കർമ്മികളെക്കാൾ ഉയർന്നവർ. അപ്പൊ നമ്മൾ അതിന് പറഞ്ഞത് ബ്രഹ്മചര്യം, ചാതുർവർണ്ണങ്ങളും ചാതുരാശ്രമങ്ങളും ഒക്കെ ഇതിന്റെ ബേസാണ്. അപ്പൊ കർമ്മങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ വേദങ്ങളനുസരിച്ച് കർമ്മം ചെയ്യുന്നവർ കർമ്മികളെക്കാൾ ഉയർന്നവർ. അപ്പൊ ജനറൽ ആയിട്ട് ഒരു കാറ്റഗറിനേക്കാളും ഉയർന്നവരാരാണ്? കറക്റ്റ് ആയിട്ട് വേദങ്ങളനുസരിച്ച് കർമ്മം ചെയ്യുന്നവർ. അപ്പൊ അവരെന്താണ്? അത് ജ്ഞാനിയുടെ തലങ്ങളിലേക്ക് അവർ ഉയരും. അപ്പൊ അവർക്ക് അതെന്ന് പറഞ്ഞാൽ അവർ സാധാരണ വ്യക്തികളല്ല, അവര് ഓട്ടോമാറ്റിക് ആയിട്ട് കൃഷ്ണന് പ്രിയപ്പെട്ടവരാകുന്നു.
അപ്പൊ സാധാരണ വ്യക്തികളെക്കാളും ഉയർന്നവരാണ് കർമ്മികൾ, ശരിക്കും ഒറിജിനൽ കർമ്മികൾ. അവര് വേദങ്ങൾ അനുസരിച്ച് കർമ്മം ചെയ്യുന്നവരാണ് എന്നാ പറയുന്നത്. ഇങ്ങനെ സകാമ കർമ്മത്തോടെ ബന്ധപ്പെടുന്നത് കൊണ്ട് മരണശേഷം വീണ്ടും ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു. അപ്പൊ എന്താണ്, കർമ്മം ചെയ്ത് കഴിയുമ്പോൾ, അതായത് വേദങ്ങളനുസരിച്ച് കർമ്മം ചെയ്ത് പുണ്യപാപങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ശരീരം നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നു. അപ്പൊ വേദത്തിന്റെ അപ്പുറമാണ് വേറൊരുത്തിന്, വേദത്തിന്റെ അന്ത്യം അതാണ് ശരിക്കും ഭക്തി. അത് നമ്മൾ വേദത്തിനെ പറ്റി ജനറൽ ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അല്ലെ, ജ്ഞാനകാന്ഡം, ഉപാസനകാന്ഡം, കർമ്മകാന്ഡം എന്ന് പറഞ്ഞത്. നമ്മൾ കർമ്മകാന്ഡത്തെ സെക്ഷനാണ് ഈ കർമ്മികൾ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എന്താണ്, നമ്മൾ വേദത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്, അതിനനുസരിച്ചാണ് ജീവിതം കൊണ്ടുപോകണമെങ്കിൽ കൂടിയും ഭൗതിക ശരീരം വിട്ട് നമ്മൾ മരണശേഷം വീണ്ടും ഒരു ശരീരം സ്വീകരിച്ചു. കാരണം നമ്മൾ ഫസ്റ്റ് സെക്ഷൻ കടന്നിട്ടുള്ളൂ, പിന്നെ 2-3 സെക്ഷൻ ഉപാസന കാണ്ഡത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് ഭക്തിയുടെ പരിപൂർണ ഘട്ടം എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ ഉപനിഷത്തുകളിലൊക്കെ കാണുന്ന സെക്ഷനൊക്കെ അതാണ്. ഇവർക്ക് ഉയർന്ന ലോകങ്ങളിൽ ദേവശരീരമോ വേറെ ഏതെങ്കിലും വിശിഷ്ടമായ സ്ഥാനത്തെത്തി ഭൗതിക സുഖങ്ങൾ അനുഭവിച്ചറിയാം. അപ്പൊ എന്താണ്, കർമ്മികള് ഒറിജിനൽ കർമ്മികൾ അവരെന്താണ്, വേദങ്ങളനുസരിച്ചുള്ള ജീവിതങ്ങൾ കൊണ്ട് ധർമ്മം അധർമ്മമൊക്കെ കറക്റ്റായിട്ട് പരിപാലിച്ച് അങ്ങനെ പോകുമ്പോൾ അവർ തീർച്ചയായിട്ടും എന്താണ്, ഉയർന്ന ലോകങ്ങളിലേക്ക് എത്തും. അവിടെ ഉന്നതമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ അനുഭവിക്കും അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ജനറൽ ആയിട്ട് നമ്മളെ ഇത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പലരും പല തലത്തിലുള്ളതാണ്. കുറച്ച് ഭൗതിക സുഖം കൂടുതലുള്ളവരുണ്ടാവും. നമ്മുടെ ജീവിത ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ അല്ല അല്ലെ. ചിലർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. ചിലർക്ക് ചിലപ്പോൾ കാറ് കിട്ടാൻ മാത്രം ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ചിലർക്ക് ബംഗള കിട്ടാൻ മാത്രം ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും കമ്പാരിറ്റീവ്ലി പലർക്കും പലതരത്തിലായിരിക്കും. അപ്പൊ അതേപോലെ തന്നെ ഉയർന്ന ലോകത്തിൽ അതിന്റെ ആസ്വാദനങ്ങളുണ്ട്. ഉയർന്ന ലോകത്തിൽ സ്വർഗ്ഗലോകമാണെങ്കിൽ സ്വർഗ്ഗലോകത്തിന്റെ ഗുണങ്ങൾ കിട്ടും. അതിന്റെ ഉയർന്ന ലോകങ്ങൾ അതിന്റെ ഉയർന്ന ഗുണങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്, ഇവർക്ക് ഉയർന്ന ലോകങ്ങളിൽ ദേവശരീരമോ വേറെ എന്തെങ്കിലും വിശിഷ്ട സ്ഥാനത്തെത്തി ഭൗതിക സുഖങ്ങൾ അനുഭവിക്കും. അവിടെയും ഭൗതിക സുഖങ്ങൾ തന്നെയാണ്. അപ്പോഴും മായയുടെ അണ്ടറിൽ തന്നെയാണ് നിൽക്കുന്നത്. അതാണ് പറഞ്ഞു വരുന്നത്. അശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർ അധപ്പതിച്ച് മൃഗമോ വൃക്ഷമോ ചെടിയായിത്തീരുന്നു. അടുത്ത തെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് താഴ്ന്ന ലോകമോ താഴ്ന്ന തരത്തിലുള്ള ജീവവർഗങ്ങളോ ആയി മാറും. അപ്പൊ എന്താണ്, അവര് ജീവിത ചക്രങ്ങൾ, അവര് ചെയ്ത കർമ്മങ്ങൾ മുഴുവനായിട്ട് തീർക്കേണ്ടതുണ്ട് അവർക്ക്. അപ്പൊ കർമ്മങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഒന്നില്ലെങ്കിൽ താഴ്ത്ത ലോകങ്ങളിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ താഴ്ത്ത ജീവികളായിട്ട് അവർ ജനിക്കേണ്ടത് വരും. അതാണ് അവർക്കൊരിക്കലും എന്ത് ലഭിക്കില്ല, കർമ്മഫലം ഇല്ല എന്ന് പറഞ്ഞത്. അവര് ചെയ്ത കർമ്മം അവർ അനുഭവിച്ച് തീർക്കാണ്. മനുഷ്യജന്മത്തിന് മാത്രമേ കർമ്മഫലമുള്ളൂ. നമുക്ക് കർമ്മം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫലം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ താഴത്തെ മുകളിലേക്ക് പോണ്ടി വരും. പക്ഷെ മറ്റുള്ളവരെ ജീവജാലങ്ങള് അവര് കർമ്മഫലങ്ങൾ തീർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവരെ കർമ്മഫലത്തെ നമ്മൾ ബ്ലോക്ക് ചെയ്തെന്ന് പറയുന്നത്. ഒരു ജീവിക്ക് ഇത്ര സമയം കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കർമ്മഫലം നമുക്ക് കിട്ടും. അതാണ് നാം പഠിച്ചിട്ടുള്ളത്. നമ്മള് ഒരു ജീവിയെ വധിക്കുകയാണെങ്കിൽ ആ ജീവി നമ്മളെ വധിക്കും എന്ന് പറഞ്ഞതിന്റെ കാര്യം. വികർമ്മിക ലൗകിക കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ലഭിക്കാൻ പോകുന്നത് ക്ലേശപൂർണമായ ഭൗതിക ശരീരമാണ്. വികർമ്മികൾ ക്ലിയർ ആയിട്ട് നമുക്ക് വീണ്ടും പറഞ്ഞു തരാണ്. വികർമ്മിക ശാസ്ത്രത്തിന് അനുസരിക്കാതെ എന്റെ ഇഷ്ടം, നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് ഭഗവാന്റെ അനുസരിച്ച് കുറച്ച് സ്വാതന്ത്ര്യം. അപ്പൊ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടാൻ പോണ ശരീരം എന്ന് പറയുന്നത് ക്ലേശപൂർണമായ ഭൗതിക ശരീരമായിരിക്കും. നമ്മൾ ഈ ജന്മമാണ് അടുത്ത ജന്മത്തിലേക്കുള്ള വഴികാട്ടി. ഈ ജന്മത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. അടുത്ത ജന്മം നമ്മളല്ല തീരുമാനിക്കുന്നത്, അത്രയും. ഈ ജന്മത്തിൽ തന്നെ പല കാര്യങ്ങളും നമ്മളല്ല തീരുമാനിക്കുക. നമുക്ക് ഈ ജന്മത്തിൽ ചെയ്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് അടുത്തതിൽ വരുന്നുണ്ട്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്ത പാപകർമ്മങ്ങള് കൂടം എന്നൊക്കെ പറഞ്ഞിട്ട് 3-4 സെക്ഷൻ ഉണ്ട്. ഇങ്ങനെ മുളയ്ക്കുന്നത് മുളയ്ക്കാത്ത അവസ്ഥയൊക്കെ അടുത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അത് അതിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ വരുമ്പോ നമ്മൾ വിചാരിക്കും നമ്മൾ സാധാരണ രീതിയിലാണ്. ചില വ്യക്തികളെ വളരെ സാത്വികമായിട്ട് നടക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം, പെട്ടെന്ന് അവർക്കും പല പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ ചോദിക്കും, ദൈവം ഇത്രയും നന്നായിട്ട് നല്ല ഭക്തിയോട് കൂടിയൊക്കെയാണ് എല്ലാവരും നടന്ന, അവർക്ക് എന്താ പറ്റിയത്? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള്. അപ്പൊ ചിലർ പറയല്ലേ, ഇത്തരം ഭക്തിയൊക്കെ നടന്നിട്ട് എന്ത് ചെയ്യാൻ, എന്തായി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. നമുക്ക് ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് തന്നെ അതിന്റെ കർമ്മഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണല്ല. പല സെക്ഷനായിട്ട് കർമ്മഫലത്തെ തിരിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു ചെടി നട്ടു വളർത്തുന്ന പോലെയാണത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെടിക്ക് ഒരു ബീജം കിട്ടി, അപ്പൊ അതിന് നട്ടു വളർത്തി, അത് വലുതായി, പതുക്കെ ആയിരിക്കും അത്
ഫലങ്ങൾ തരാം. അതേപോലെ തന്നെ അത് നമ്മൾ ചീരയാണെങ്കിലോ, ചീര വിത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വലുതായി വെള്ളം അത് നമുക്ക് ഉപയോഗിക്കാൻ പ്രായത്തിലാവും. ഒരു ആൽമരമൊക്കെ ആണെങ്കിൽ അതിന് കുറേ സമയം പിടിക്കും. അത് ഏത് ജന്മത്തിലാണ് എപ്പോഴാണ് കിട്ടുന്നത് അറിയില്ല. അതേപോലെ തന്നെയാണ് എല്ലാ കർമ്മങ്ങളും, ഇതിന് സമയം പിടിക്കും. അപ്പൊ കഴിഞ്ഞ ജന്മത്തായിരിക്കും അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്തതൊക്കെ ആയിരിക്കാം ഇങ്ങനെ മാറി മറിഞ്ഞും വന്നുകൊണ്ടിരിക്കും. ഇത് ഇങ്ങനെ മാറി മറിഞ്ഞും നമ്മുടെ ജീവിതം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് പറയുന്നത്, ക്ലേശപൂർണ്ണമ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ക്ലേശപൂർണമായിട്ടുള്ള ശരീരം, അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ശരീരം നമുക്ക് ലഭിച്ചിരിക്കും. ഏതാണ് ചെയ്തതെന്ന് വെച്ച് അത്രയും കാലം നമ്മൾ ഈ മായലോകത്തിൽ തന്നെ ആയിരിക്കും. കർമ്മികൾ ധനസമ്പാദനത്തിനും ഭൗതിക സൗകര്യത്തിന് അനുഭവിക്കുന്നതിനും ശ്രദ്ധ കൊടുക്കുന്നതിന് കാരണം അവർ താഴ്ന്ന തരം യോനിയിൽ പിറക്കാൻ ഇടയാക്കുന്നു, എന്നിട്ട് അജ്ഞാനികളായി ജനിക്കുന്നു. അപ്പൊ സാധാരണ ജനങ്ങളെ പറ്റി പറഞ്ഞാണ് നമ്മൾ ഭൗതിക നമ്മൾ പഠിച്ചെന്ന് ചതുർ പുരുഷാർത്ഥങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ പറയുമ്പോൾ എന്താണ്? അർത്ഥധർമ്മ കാമ മോക്ഷ. അർത്ഥധർമ്മ കാമ മോക്ഷ. നമുക്ക് ധനം വേണം, അർത്ഥം വേണം, കാമം വേണം, മോക്ഷം വേണം. അപ്പൊ എന്താണ്? ധർമ്മത്തിലൂടെ ആയിരിക്കണം. അല്ല അർത്ഥത്തിനും കാമത്തിനും മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം സംഭവിക്കും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? പൈസ ഉണ്ടാക്കാൻ എൻജോയ് ചെയ്യുക, അങ്ങനെ ഒരു ചിന്താഗതി മാത്രമായിട്ട് പോണേ. ധർമ്മത്തിലൂടെയും അല്ലാതെയും നമ്മൾ പൈസ എന്തൊക്കെ ധനം എന്ന് മാത്രമല്ല എന്തൊക്കെ നമ്മൾ സ്വരൂപിച്ചിട്ടുണ്ടോ അതെല്ലാതും എന്താണ്? നമ്മള് അടുത്ത ജന്മത്തിലേക്കുള്ള വഴികാട്ടികളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ അവർ താഴ്ന്ന തരം യോനികളിൽ പിറക്കാൻ ഇടയാകുന്നു, എന്നിട്ട് അജ്ഞാനികളായി ജനിക്കുന്നു. പിന്നെ അവർക്ക് സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും താഴത്തേക്ക് അവര് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. നമുക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അറിവ് വെച്ചിട്ട് നമ്മൾ ഉയരണം എന്ന് പറയുന്നതിന്റെ പല കാര്യങ്ങള് ആചാര്യം, പ്രത്യേകിച്ച് നമ്മൾ ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരാണ്. ഇതാണ് സത്യം, ഇത് മനസ്സിലാക്കൂ എന്ന്. കാരണം അവര് സത്യം കണ്ട വ്യക്തികളാണ്. അപ്പൊ അവർക്ക് കണ്ട വ്യക്തികൾ നമുക്കറിയില്ല. നമുക്കറിയാം, അപ്പൊ പറയും നമ്മളെ ഇരുട്ടിൻ്റെ ഉള്ളിൽ ആന ഇരുന്ന് കഴിഞ്ഞാൽ അറിയില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഇരുട്ടുമുറി കയറിയിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയാം എന്നത് പറഞ്ഞ പോലെയാണ് ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരാണ്. ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് ശ്രദ്ധിച്ചോളണം എന്ന് നമുക്ക് പറഞ്ഞു തരാണ്. അടുത്ത ജന്മത്തിൽ തങ്ങൾക്ക് അധപതനം ഉണ്ടാകുമെന്നും എല്ലാ പ്രവർത്തനങ്ങളും തോൽവിയിൽ കലാശിക്കുമെന്നും ലൗകികന്മാർ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ജന്മം എന്ന് പറയുന്നത് ഈ ജന്മമല്ല. ഈ ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോ അവിടെ നമ്മൾ അനുഭവിക്കും. ഈ ജന്മത്തിൽ പരിപൂർണമല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് ലഭിച്ചിരിക്കും. അപ്പൊ അത് ഒരിക്കലും ഇവര് മനസ്സിലാക്കില്ല. അത്ര അജ്ഞാനമാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞു തരാണ്. ദശസഹസ്രക്കണക്കിന് ആൾക്കാർക്കിടയിൽ ആത്മസാക്ഷ്യം ലഭിച്ച വ്യക്തിയെ ജ്ഞാനി എന്ന് പറയുന്നു. ജ്ഞാനി ആവാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ജ്ഞാനി എന്ന് പറഞ്ഞത് ഭഗവാനെ പറ്റിയിട്ടുള്ള അറിവ്. അജ്ഞാനം എന്ന് പറഞ്ഞത് ഭഗവാൻ അല്ലാത്തതെ പറ്റി എന്ത്, അത് മുഴുവൻ അജ്ഞാനമാണ്. അത് നമ്മൾ ഈ ശവാസ്യോപനിഷത്തിൽ പറയും, ജ്ഞാനം അജ്ഞാനം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ജ്ഞാനി ആവുന്നത് തന്നെ വളരെ അപൂർവത്തിൽ, അത്ര ദശലക്ഷക്കണക്കിന് ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് കാരണം കൊണ്ടാണ് കലിയുഗത്തിലെ ജ്ഞാനിയാകാനും യോഗിയാകാനൊക്കെ വളരെ ബുദ്ധിമുട്ട്. അതാണ് നമ്മളെല്ലാവരും പതിതമായ ആത്മാക്കൾ കാരണം കൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ സയൻസ് ഫിസിക്സ് പഠിക്കുന്ന പോലെയല്ലത്. ഇത് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വായിച്ചിട്ട് കാര്യമില്ല, ഉള്ളിലേക്ക് മനസ്സിലാവണം. ഹൃദയം നമുക്കറിയാം, വേദം എന്ന് പറയുന്നത് ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്കാണ് പകരുന്നത്. അതൊന്ന് ക്ലിയർ ആയിട്ട് ആയ പോയിന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ ഹൃദയത്തിലേക്ക് കയറാനുള്ള സ്പേസ് ഇല്ല അവിടെ. അത്രയധികം ചുറ്റുപാടുമുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പൊ ഇത് കയറില്ല. അപ്പൊ എന്താണ്? അതാണ് പലവർക്കും പല രീതിയിൽ വരുന്നതൊക്കെ എന്റെ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് മഹാമന്ത്രം. ആർക്കും ഏത് സമയത്തും എവിടെയും ചൊല്ലാം. മറ്റു മന്ത്രങ്ങളെ പോലെയല്ല എന്ന് പറയുന്നത്. കാരണം നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ ഡിസൈൻ ഉണ്ട്, എല്ലാവർക്കും പറ്റണുള്ള. ഇപ്പൊ നമ്മുടെ ഡ്രസ്സ് നമ്മളെല്ലാവരും നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് എസ്പെഷ്യൽ നമ്മളെല്ലാവരും ഷർട്ടും മുണ്ടെടുക്കും. എല്ലാവരും ഷർട്ടും മുണ്ടെടുക്കും. ഓക്കെ, എല്ലാവരും സൗത്ത് ഇന്ത്യൻസിൽ എല്ലാവരും ഷർട്ടും മുണ്ടെടുക്കും, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ അല്ലെ. അതാണ് നമുക്ക് സാധാരണ ഈ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സ് ഇതാണ്. ഇവിടെ സുട്ടും കോട്ടൊക്കെ ഇട്ട് നടക്കാം, പക്ഷെ എന്താണ് ചൂടെടുത്ത് നിൽക്കാൻ പറ്റില്ല. കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നത് പറഞ്ഞ പോലെയാണ് മഹാമന്ത്രം. ആർക്ക് ഏത് സമയത്തും ഉപയോഗിക്കാം. അപ്പൊ അതെങ്കിലും നമ്മൾ ചെയ്യണം എന്നാണ് പറഞ്ഞത്. കാരണം ജ്ഞാനി ആവാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, പറ്റും. പക്ഷെ എന്താണ്, അത് ഇത്രക്ക് പറ്റുള്ളൂ. അത്ര ടഫാണ് ആ സബ്ജക്റ്റിലേക്ക് കടക്കാൻ.
ലൗകികമായ സുഖഭോഗികാരികളായ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ജ്ഞാനി കർമ്മികളെക്കാൾ ഉത്കൃഷ്ടനായി പരിഗണിക്കപ്പെടുന്നു. വീണ്ടും കമ്പയർ ഒന്നും കൂടെ നമുക്ക് പറഞ്ഞു തരാണ്. സാധാരണ ജ്ഞാനി എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി. അപ്പൊ എന്താണ്? കർമ്മികളെ പോലെ അല്ല. കർമ്മികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കർമ്മികൾ? ഈ വേദങ്ങളൊക്കെ പഠിച്ച് വേദത്തിനനുസരിച്ച് ജീവിക്കണേലും ബെറ്റർ ഉള്ളതാണ് ശരിക്കും ജ്ഞാനികൾ എന്ന് പറഞ്ഞത്. അവർ അതിനേക്കാളും ഉയർന്ന തലമാണ്. ജ്ഞാനി പ്രേമയുദ്ധ ഭക്തി സേവനത്തിൽ ഉയരാതിരുന്നാൽ അയാൾ അവിദ്യയെ, നമ്മൾ പഠിച്ചത് വിദ്യ അല്ലെ, വിദ്യയെ കുടുങ്ങിയവർ തന്നെയാണ്. വിദ്യ നമ്മള് ഏകദേശവാശോപനിഷത്തിൽ പഠിച്ചു അല്ലെ. സെയിം തന്നെ. വിദ്യ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറ്റി അറിയാം, വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അല്ലാത്തതുണ്ടോ. അപ്പൊ എന്താണ്? ഞാൻ ഈ ഭക്തിയിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? താഴത്തേക്ക് വീണ്ടും ഇറങ്ങും. വീണ്ടും ഭൗതിക തലത്തിലേക്ക് വീഴും. നമ്മള് വേറെ രീതി പെട്ടെന്ന് മനസ്സിലായി, പ്ലസ് കുട്ടി അടുത്ത +2 അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ എന്താ പഠിച്ചതൊക്കെ അല്ലെ യൂസ്ലെസ് ആയി മാറി എന്നത് പറഞ്ഞ പോലെ ഞാന് അത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് പ്രേമഭക്തിയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അവൻ ചെയ്തതിന് കാര്യമില്ല. ഞാൻ പ്രേമയുദ്ധ ഭക്തി സേവനത്തിലേക്ക് ഉയരാതിരുന്നാൽ അയാൾ അവിദ്യയിൽ കുടുങ്ങിയവൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. കാരണം അൾട്ടിമേറ്റ് നമുക്ക് ഭക്തി വരണം. അല്ലാത്തിടത്തോളം കാലം ഈ ഭക്തിക്ക് വേണ്ടിയാണ് ജ്ഞാനിയാവുന്നതും യോഗിയാവുന്നതും ഒക്കെ. അപ്പൊ നമ്മ പറയാം ഭക്തി യോഗ, ജ്ഞാന യോഗ. അപ്പൊ എന്തൊക്കെ പറഞ്ഞെങ്കിലും യോഗ, അതായത് ഭഗവാനായിട്ട് കണക്ട് ചെയ്യണം. ഏത് മാർഗം വേണമെങ്കിലും ഉപയോഗിച്ച, പക്ഷെ ലക്ഷ്യം ഭഗവാനായിരിക്കണം, അതായത് ഭക്തി ആയിരിക്കണം എന്നാ പറഞ്ഞത്. അതല്ലാത്തടത്തതെല്ലാതും അജ്ഞാനം, അവിദ്യ എന്നാ പറഞ്ഞത്. ഈ ശവാസുപനിഷത്തിനെ ശരിക്കും രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്ന് ഭഗവാൻ, ബാക്കി ഭഗവാൻ അല്ലാത്ത എന്തോ അതല്ലാതെ, അതാണ് പറഞ്ഞത്. അതിലെല്ലാതും വരും. അതിൽ ചിലത് കുറച്ച് ഉയരും, കുറച്ച് താഴും. അതായത് ഈ ഭൗതിക ലോകത്തിൽ തന്നെ നമ്മളെ ജീവിതം, ഇപ്പൊ നമ്മളെ രീതിയിൽ നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് സാധാരണ എല്ലാവർക്കും വീടുണ്ടാവും. ഇപ്പൊ ട്രൈബൽസ് ഏരിയയില്, ഇപ്പൊ ഉഗാണ്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ ജീവിതം നോക്കിയാൽ മതി. അപ്പൊ അവരിലും നമ്മൾ ബെറ്റർ ആണ്, ഒരു ഡൗട്ടും ഇല്ല അല്ലെ. അതേപോലെ തന്നെയാണ് ഈ ഭൗതിക സുഖങ്ങളെല്ലാതും. ആത്മീയലോകത്തിലേക്കാണെങ്കിലും നമ്മൾ ജനകലോകാണെങ്കിലും മഹർലോകാണെങ്കിലും വളരെ ബെറ്റർ ആണ്, സ്വർഗലോകാണെങ്കിലും. പക്ഷെ എന്താണ്? അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും ഈ ജയിലിന്റെ ഉള്ളിൽ തന്നെയാണ്. ബന്ധനം തന്നെ പറയില്ല, ഓർമ്മയുണ്ടായത്? ഇത് ഞാൻ മറന്നുപോയത്. ബന്ധനം അഞ്ജനക്കൂട്ടിലാണെങ്കിലും അഞ്ജനക്കൂട്ടിലാണെങ്കിലും ബന്ധനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ വാരില്ല. അതന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അതാണ് പഠിച്ചിട്ടുള്ളതാ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാരും പഠിച്ചിട്ടുണ്ടാവും ഇത്. ഹരേഷ്ണ മാതാജിക്ക് ഓർമ്മയുണ്ട്. മാതാജിക്ക് ഓർമ്മയുണ്ട്, ഹരേഷ്ണ മാതാജിക്ക് എല്ലാതും ഓർമ്മയുണ്ട്, ഹരേഷ്ണ. അപ്പൊ അതാണ് നമ്മുടെ അവസ്ഥ, അതാണ് പറയുന്നത്. കാരണം എന്താണ്? ഭഗവാന്റെ പോയിന്റ് എത്താത്തിടത്തോളം കാലം നമ്മൾ ഈ ബന്ധനത്തിൽ തന്നെ ആയിരിക്കണം. അത് പലതരത്തിലാണെന്ന് പറയും. അഞ്ജനക്കൂട്ടിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെന്ന് പറയാ സാധാരണ ഇരുമ്പിന്റെ കൂട്ടിലായിരിക്കാം. ഏത് കൂട് തന്നെയാണെന്ന് പറയുന്നത്. കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ ശരണം തേടുന്നതിന് ഉപേക്ഷ കാണിച്ചാൽ അയാളുടെ ജ്ഞാനം വിശുദ്ധമല്ല എന്ന് പറയും. ജ്ഞാനം വിജ്ഞാനം അല്ലെ, ജ്ഞാനം അജ്ഞാനം, 2 സെക്ഷൻ ഉള്ളൂ. അപ്പൊ ജ്ഞാനം, അതായത് ജ്ഞാനം എന്തിനുള്ളതാണ്? ഭഗവാൻ അറിയാവുന്നതിന് വേണ്ടിയാണ്, ഭക്തി ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് ഭക്തി ഉയർന്നിട്ടില്ലെങ്കിൽ അവന്റെ ജ്ഞാനം വേസ്റ്റ്. ജ്ഞാനി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടാൽ അയാൾ ജ്ഞാനിയേക്കാൾ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട അയാൾ, അതെന്തൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് എന്തൊരു, ജ്ഞാനി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടാൽ അയാൾ ജ്ഞാനിയേക്കാൾ ഉത്കൃഷ്ടനാകുന്നു. ഭഗവത് സേവനത്തിൽ. അതായിരിക്കും. ശരി. ടെസ്റ്റിൽ അതാണ്. അപ്പൊ പ്രേമയുദ്ധ ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ജ്ഞാനിയേക്കാൾ ഉത്കൃഷ്ടനാകും. ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ, ജ്ഞാനിയേക്കാൾ ഉയർന്നതാണ് ആര്? ഭക്തൻ. അപ്പൊ ഭക്തൻ ജ്ഞാനിനേക്കാൾ ഉയർന്നതാണ്. അപ്പൊ ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ എന്താണ്? അത് ജ്ഞാനിയിലേക്കാൾ അപ്പൊ ജ്ഞാനിക്ക് കാര്യം മനസ്സിലാകുന്നു, ഭക്തൻ അത് നേരിട്ട് ചെയ്യുന്നു.
നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്. അതായത് ഒരു വേരിനെ അന്വേഷിച്ച് നടന്ന് ഒരു മരം കണ്ട് പിന്നെ വേര് അന്വേഷിച്ച് നടക്കാണ്. എന്നിട്ട് അതിന്റെ നിയമങ്ങളൊക്കെ പഠിച്ചിട്ട് ലാസ്റ്റ് വേരിലേക്ക് വെള്ളം ഒഴിക്കാം. അതാണ് ഞാൻ. ഭക്തൻ അറിയാം, എന്റെ ഗുരു പറഞ്ഞിട്ടുണ്ട് വെള്ളം ഒഴിക്കണം, ഈ ചെടിക്ക് ഈ ഭാഗത്ത് വെള്ളം ഒഴിച്ചാൽ ആ ചെടി വലുതായിക്കോളും, ഫിനിഷ്. മറ്റാൾ ക്വസ്റ്റ്യൻസ് കുറെ ചോദിക്കണം, വെള്ളം ഒഴിക്കുമ്പോൾ ചെടി എങ്ങനെ വളരും, അതിൽ ഏത് വളരും, അതിന് ഈ സമയത്ത് വേണം ആ സമയത്ത് വേണം, 100 ക്വസ്റ്റ്യൻസ്. അത് 100 ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് ലാസ്റ്റ് ചെടിക്ക് കൊണ്ട് വെള്ളം ഒഴിക്കും. അതാണ് ഞാൻ. ഭക്തൻ എന്താണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഗുരുനാഥൻ ഇവിടെ വെള്ളം ഒഴിച്ചോ, ഫിനിഷ്, ആ ചെടി വളർന്നു. അതാണ് ഭക്തൻ. അത് മാത്രം. ആ ചെടി വളർന്നതും ആ വളരുന്ന രീതി നോക്കിയിരിക്കുകയാണ്, അതിൽ ആനന്ദം കണ്ടെത്താണ് ആര്, ഭക്തൻ. പക്ഷെ ഞാൻ അതും നോക്കൂല, വളർന്ന് പിന്നെ അതിന് സംഖ്യാശാസ്ത്രം, അതായത് അതിന് വേറെ രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. രണ്ട് രീതിയിലാണ്. നാരദൻ, സനകൻ, സനാതനൻ തുടങ്ങിയ മഹാഭക്തരുടെ മാർഗം പിന്തുടരുന്ന ഭക്തനെ ഭഗവാൻ എല്ലാവരെക്കാളും ഉയർന്നവനായി കാണും. അപ്പൊ നാരദ മഹർഷിനെ അറിയാം അല്ലെ? കാരണം ഫുൾ ടൈം അല്ലെ നാരായണ ഇത് മാത്രമേ ഉള്ളൂ, വേറൊരു ചിന്താഗതി ഇല്ല. അതാണ് പറഞ്ഞത്, അത് മാത്രം ഉള്ളിൽ വരുന്ന വ്യക്തികളെ ഭഗവാൻ കൈയൊഴിയില്ല. ആ ചിന്താഗതി അവരെ ഏറ്റവും ഉയർന്നവരാണ്. ഭഗവാന്റെ നാവ് എന്ന് ഉപയോഗിക്കുന്നത് ഭഗവാന് വേണ്ടി മാത്രമായിരിക്കും. അതിന്റെ ഉദാഹരണം പറയുന്നത്, കൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്ന എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും അറിയാത്ത ഗോപികമാർ എല്ലാ ഭക്തന്മാരിൽ വെച്ച് സർവോത്മനമായ സ്ഥാനീയമായി അംഗീകരിക്കപ്പെടുന്നു. അടുത്തതാര് ഗോപികമാരെ കാര്യം പറഞ്ഞു തരുന്നു. അപ്പൊ നാരദൻ, നമ്മ അത് പറഞ്ഞിട്ടുണ്ടല്ലേ, കാരണം ഗോപികമാരോട് ചോദിക്കുമ്പോ ഗോപികമാർ പറയും, എന്റെ പറഞ്ഞിട്ടുള്ള കഥ അറിയാലോ നമുക്ക്. അപ്പൊ ഏറ്റവും ഉയർന്ന സ്ഥാനം ഗോപികമാർക്കാണ്. അവർക്ക് ഭഗവാന്റേതല്ലാതെ വേറെ ഒന്നുമില്ല. നാരദനും അത് തന്നെയാണ്. അപ്പൊ അവരൊക്കെ എന്താണ്, ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള ഭക്തന്മാരാണ്. ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള ഭക്തന്മാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നാരദ മഹർഷിയാണോ ബെറ്റർ, ഗോപികമാരാണോ ബെറ്റർ എന്ന് പറഞ്ഞ രണ്ടുപേരും ബെറ്റർ ആണ്. രണ്ടുപേരും രണ്ട് രീതിയിൽ ഭഗവാനെ കാണുന്നു മാത്രമേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദാസരസം, സാഖ്യരസം, അങ്ങനെ പല രീതിയിലാണ്. ഇവിടെ മാധുരരസത്തിലാണ് ഏത് ഗോപികമാരെ അവസ്ഥ വരുമ്പോ. അപ്പൊ രണ്ടും പല ഭാവത്തില് ഭഗവാൻ അപ്പുറം. അപ്പൊ അതിലെ ഏറ്റവും ഉയർന്ന ഭാവം എന്ന് പറയുമ്പോൾ എന്താണ്, അത് മാധുര്യഭാവമാണ്. അത്രേ ഉള്ളൂ. അതാണോ നല്ലത്, ഇതാണോ നല്ലതെന്ന് പറയാനില്ല. ഏറ്റവും ഉയർന്നത് എന്ന് പറയുമ്പോ അത് മാധുര്യഭാവം എന്ന് പറയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞു. ഒരു കമ്പനിയെ സംബന്ധിച്ച് പിയോൺ ആയാലും മാനേജർ ആയാലും കമ്പനിയെ സംബന്ധിച്ച് കമ്പനി വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. കമ്പനിയെ സംബന്ധിച്ച് ആയിരുന്നൊന്നുമില്ല, കാരണം ആളും അതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ദാസ്യഭാവം കുറവ് അല്ലെങ്കിൽ മാധുര്യഭാവം കൂടുതലൊന്നുമില്ല. നമ്മളെ ഭാവം നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു വ്യക്തിക്ക് അവരുടെ ഭാവമുണ്ട്, ആ ഭാവം നമ്മൾ തിരിച്ചു കൊണ്ടുവരാണ്. അപ്പൊ അതിൽ വെച്ച് നോക്കുമ്പോ ഗോപികുമാര ഭാവമാണ് ഏറ്റവും ഉയർന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരാണ്. അത്രയുള്ളത്. കൃഷ്ണന്റെ നിരന്തരമായ സ്മരണത്തിന് കൃഷ്ണനുമായുള്ള നിരന്തര സമ്പർക്കത്തിന് തമ്മിൽ സത്യാവസ്ഥയിൽ ഒരു അന്തരവുമില്ല. അടുത്തത് ഇതാണ് നമ്മളെ തെറ്റിദ്ധാരണകള്. നമ്മ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ നമ്മള് ഭഗവാനായിട്ട് നേരിട്ട് നമ്മളെന്താ പറയാ, നിരന്തരമായിട്ടുള്ള സമ്പർക്കം ആവശ്യമില്ല നമുക്ക്. ആ സ്മരണ തന്നെ സമ്പർക്കമാണ്. അതാണ് ആ തലം നമുക്ക് മനസ്സിലാവാത്തതാണ്. നമ്മ ക്ഷേത്രത്തിൽ പോണു, ഭഗവാനെ കാണുന്നു, അതൊക്കെ ശരി. അതാണ് നമ്മൾ താഴ്ന്ന ലെവലിലുള്ളതെന്ന് പറയുന്നത്. അത് വേണം, നമ്മളൊക്കെ ആ ലെവലിലേക്ക് എത്തുന്നവരാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്മരിക്കുമ്പോ തന്നെ ഭഗവാനായിട്ട് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞു നമ്മൾ ആ തലത്തിലേക്കൊക്കെ നമ്മൾ എത്തണം. അതാണ് കൃഷ്ണനെ പറ്റിയുള്ള നിരന്തര സ്മരണത്തിന് കൃഷ്ണനുമായ നിരന്തര സമ്പർക്കം തമ്മിൽ സത്യാവസ്ഥയിൽ യാതൊരു അന്തരവുമില്ല. അപ്പൊ സാധാരണക്കാര് പറയുന്ന പോലെ തന്നെ ഭഗവാൻ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവിടെ അമ്പലത്തിൽ പോകണം, ഇവിടെ വലിയ ഭഗവാൻ, അതൊക്കെ ഉണ്ട്. ആ അവസ്ഥ തന്നെ കറക്റ്റാണ്. ഭഗവാൻ എല്ലാവിടെയും ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഭഗവാനെ നിരന്തരം സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഇരുത്ത് തന്നെയാണ്. അതൊക്കെ നമ്മൾ ഈശാവാസ ഉപനിഷത്തിൽ പറഞ്ഞ ഇത്രയും ദൂരത്തുള്ള ഭഗവാൻ നമ്മുടെ തൊട്ടരുത്തുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ്, ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മളിത് കുറച്ച് പഠിക്കണം. മൊബൈല് ചെയ്യണ പോലെ തന്നെ പല പരിപാടികളുണ്ട്, നമുക്കറിയാം. പക്ഷെ എന്താണ്, അത് കുറച്ച് കാര്യം എത്ര കൂടുതൽ പഠിക്കണോ അതിൽ ഓരോ ആപ്ലിക്കേഷൻസ് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല.
ഉണ്ടാവില്ല എന്നത് പറഞ്ഞ പോലെ ഇത് അത്രയും വലിയൊരു ശാസ്ത്രമാണ്. അപ്പൊ അത് സത്യം എത്ര ഉള്ളൂ, ഭഗവാനെ പറ്റി സ്മരിക്കുന്നതും ഭഗവാന്റെ സമ്പർക്കവും ഒന്ന് തന്നെയാണ്. അതാണ് സ്മരണത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗോപികളിൽ വെച്ച് ശ്രീമതി രാധാറാണിയുടെ സ്ഥാനം സർവോത്മതമാണ്. രാധാറാണിയുമായ പ്രേമയുക്ത സേവനത്തെ അതിശയിക്കുവാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ പ്രേമഭക്തി, ഏറ്റവും ഉയർന്ന ഭക്തി എന്ന് പറയുമ്പോ രാധാറാണിയാണ്, പ്രേമഭക്തിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പ്രേമഭക്തിനേക്കാൾ ഉയർന്ന തലത്തിൽ ഒന്നുമില്ല. അത് രാധാറാണിയേക്കാൾ ഉയർന്ന ഭക്തി. അതാണ് രാധാറാണിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഹരേ എന്നുള്ള ശബ്ദം തന്നെ രാധാറാണിയാണ്. പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഹരേ എന്ന് പറഞ്ഞത് രാധാറാണിക്കുള്ള സമർപ്പണമാണ്. എന്തിനു വേണ്ടി? ഭഗവാന്റെ സേവനത്തില് നമ്മളെ ഉൾപ്പെടുത്തണമെന്ന് ആരോട്? രാധാറാണിയോട് പ്രാർത്ഥിക്കാണ്. ഹരേ എന്നുള്ള ഭക്തി ആന്തരികമായിട്ടുള്ള ശക്തിയാണത്. കൃഷ്ണന്റെ ഭഗവാന്റെ തന്നെ ആന്തരിക ശക്തിയാണ്. അപ്പൊ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ശബ്ദം ഹരേയാണ്. അതായത് രാധാറാണിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ഇന്റേണൽ എനർജി, നമ്മളെ വേറെ സയൻസ് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് രാധാറാണിയുടെ ഭാവം മനസ്സിലാക്കാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുയെ അവതരിച്ചു. അപ്പൊ ഭഗവാൻ പല രീതിയിലും അവതരിക്കുന്നുണ്ട്. ഭഗവാൻ എന്താണ്? അഖില രസാമൃത മൂർത്തിയാണ്. എല്ലാ രസങ്ങളും ഭഗവാൻ അനുഭവിക്കുന്നുണ്ട്, അല്ല ആഗ്രഹിക്കുന്നുണ്ട്. ഒരു രസമല്ല, പല രസങ്ങളും ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ മാധുര്യ രസം ഭഗവാനും രാധാറാണിയുടെ ആഗ്രഹമുണ്ട്. പക്ഷെ രാധാറാണി എങ്ങനെയാണ് രാധാറാണി എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത്, ഭക്തൻ എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ലീലയാണ് ശ്രീ ചൈതന്യ പ്രഭുവിന്റെ ലീല എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാൻ പല രീതിയിലും അനുഭവിക്കുകയാണ്. അത് നമ്മള് ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടില്ലേ, അത് ജയവിജയന്മാരെ കഥ, വീരരസം. ശരിക്കും ഭഗവാന്റെ തന്നെ ഭക്തന്മാരെ വെച്ചിട്ട് ഭഗവാൻ ആ വീരരസം അനുഭവിക്കാൻ ചെയ്യുന്നത് അല്ലെ. അവർക്ക് ഒരേ ജന്മങ്ങൾ ഉണ്ടാക്കി കൊടുക്കാണ്. അതൊക്കെ ഭഗവാന്റെ ലീലകളാണ്. അപ്പൊ അങ്ങനെ രാവണനാവണ്, പിന്നെ അടുത്ത ഓരോ ജന്മങ്ങളും ഓരോന്നാവണ്, എന്നിട്ട് അവരായിട്ട് യുദ്ധം ചെയ്യണ്, അങ്ങനെ രസം അനുഭവിക്കണം. അതാണ് ഭഗവാൻ അഖില രസാമൃത മൂർത്തി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തിനും കഥകളുണ്ട്, എല്ലാത്തിനും കണക്ട് ഉണ്ട്, ഒക്കെ ഭഗവാന്റെ ലീലയാണ്. അപ്പൊ ലാസ്റ്റ് വരുമ്പോ എല്ലാതും ഭഗവാന്റെ ലീലയിലേക്ക് പോവാണ് ചെയ്യുന്നത്. ഭഗവാന് രാധാറാണി എപ്രകാരം പ്രിയപ്പെട്ടതാണ്, അപ്രകാരം തന്നെ പ്രിയപ്പെട്ട അവളുടെ രാധകുണ്ട്. അപ്പൊ രാധകുണ്ട് എന്ന് പറയുന്നത്, അപ്പൊ ഇത്ര ഉള്ളതില് രാധാറാണിക്ക് എന്താണ് ആഗ്രഹം, അതാണ് രാധാറാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഭഗവാന് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ എന്താണ്, നമ്മള് രാധാറാണിക്ക് ഏറ്റവും പ്രിയപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഭഗവാന് പ്രിയപ്പെട്ടതായിരിക്കും. അത് വേറെ രീതി. അതാണ് ഹരേ എന്ന് പറഞ്ഞു. എപ്പോഴും രാധാറാണി നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം. അത് നമ്മൾ കുറെ ഉയരുമ്പോ ഭഗവാൻ എന്ന് പറഞ്ഞാലും രാധാറാണിയിൽ കൂടെയാണ് നമ്മൾ ഭഗവാനിലേക്ക് എത്തുന്നത്. അല്ലാണ്ട് നേരിട്ട് ഭഗവാനിലേക്ക് എത്തൂല നമ്മള്. അതായത് ഇവിടെ നിന്ന് നമ്മള് പറയില്ലേ ലക്ഷ്മി, ഇപ്പൊ നമ്മളെല്ലാവരും കൂടുതൽ ഭക്തന്മാരും ദേവി ഭക്തന്മാരായിരിക്കും ഉണ്ടായിരുന്നത്, സാധാരണ രീതി പറയും. അപ്പൊ ദേവിയുടെ ശക്തിയിൽ കൂടെ തന്നെയാണ് നമ്മൾ അതിലേക്ക് കടക്കുന്നത്. കാരണം ഭൗതിക പ്രകൃതിയിലെ ആ ശക്തി തന്നെയാണ്, ആ ശക്തിനെ അതിക്രമിച്ചിട്ടാണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നത്. അതിന് വെച്ചാൽ അവിടെ യുദ്ധം ചെയ്യാന്നല്ല അർത്ഥമില്ല, അവരുടെ അനുഗ്രഹത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോണത് അടുത്ത ശക്തിയിലേക്കും. അങ്ങനെ ഉയർന്ന് നമ്മൾ ലാസ്റ്റ് ഭഗവാനിലെ ശരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് പറഞ്ഞു വന്നത് എന്താണ്, ഭക്തന്മാരെ കമ്പയർ ചെയ്യണമാണ് മെയിൻ ആയിട്ട് ഇതിൽ പറഞ്ഞു വന്നത്. അതായത് ജ്ഞാനികളെ വെച്ചിട്ട് നമ്മൾ 4 തരം സുഹൃത്തുക്കളൊക്കെ പറ്റി പറഞ്ഞ്, ആ സുഹൃത്തുക്കളിൽ തന്നെ ജ്ഞാനികൾക്കാണ് ഇമ്പോർട്ടൻസ്. ആ ജ്ഞാനികളിലും ഇമ്പോർട്ടൻസ് ആർക്കാണ്? ഭക്തന്മാർക്കാണ്. ഭക്തന്മാരെ തന്നെ പലതായിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ഉയർന്ന എന്ന് പറയുന്നത് രാധാറാണിയാണ്, പിന്നെ ഗോപികന്മാരാണ്, പിന്നെ സാധാരണ ഭക്തന്മാർ വരും. അങ്ങനെ പല രീതിയിലായിട്ട് തിരിച്ചിരിക്കുകയാണ്. പിന്നെ കർമ്മികളെ പറ്റി പറയുന്നുണ്ട്. കർമ്മികൾ എന്ന് പറയുമ്പോൾ ശരിക്കും കർമ്മികൾ എന്ന് പറഞ്ഞ് വേദങ്ങളനുസരിച്ച് ജീവിതം കൊണ്ടുപോകുന്നവരാണ്. അവർക്ക് ഉയർന്ന ലോകത്തിലേക്കും അത് കഴിയുമ്പോൾ താഴ്ത്ത ലോകത്തിലേക്കും വരും. വികർമ്മം ചെയ്യുന്നവർക്ക് താഴ്ത്ത ലോകത്തിലേക്ക് തന്നെ പോകും. രാധാറാണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാധാകുണ്ടാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അത് ഭഗവാനും ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്.
അപ്പോ ഏറ്റവും ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ഭക്തന്മാര് അവിടെ അതേ രീതിയിൽ, അതായത് ഇന്റേണലിലും എക്സ്റ്റേണലിലും രണ്ടു തരത്തിലും നമ്മൾ എന്താണ് അവിടെ സ്നാനം ചെയ്യുകയും അവിടെ ഭഗവാന്റെ സേവനത്തിൽ, അതായത് രാധയുടെയും ഭഗവാന്റെ, അതാണ് അഷ്ടകാല ലീലകൾ എന്ന് പറഞ്ഞത്. ഒരേ ദിവസം ഭഗവാന്റെ ലീലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ലീലകളില്, രാധയുടെയും ഭഗവാന്റെ ലീലകളില് തന്നെയും ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരേ സമയത്തും. അപ്പൊ രാത്രി ഒരു ലീല, കാലത്ത് ഒരു ലീല, ഉച്ചയ്ക്ക് ഒരു ലീല, വൈകിട്ട് ഒരു ലീല. നമ്മൾ പല പല ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ ആ ലീലകൾക്ക് ഇമ്പോർട്ടൻസ് നടക്കുമ്പോൾ ആ ലീലകൾക്ക് അനുസരിച്ചുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അപ്പോ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്നെ ഉൾപ്പെടുത്തണമേ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഗോപികന്മാര്, മഞ്ചേരിമാര്, അപ്പൊ തുളസി, തുളസിക്കുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവനത്തിലെ തുളസി ദേവിയാണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാനേജർ എന്ന് പറയില്ലേ, അപ്പോ അതാണ് ശരിക്കും തുളസി റാണി ചെയ്യുന്നത്. ആ വൃന്ദാവനത്തിലെ കംപ്ലീറ്റ് കൺട്രോളർ ഭഗവാന്റെ ലീല, രാധയും ഭഗവാന്റെ നമ്മളെ ലീലകൾ നടക്കുന്നതിന്റെ കൺട്രോളർ ശരിക്കും തുളസി റാണി എന്നാ പറയുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ അതിൽ എന്നെയും ഉൾപ്പെടുത്തണമേ. അതാണ് നമ്മൾ ഭക്തിയുദ്ധ സേവനങ്ങൾ നമ്മൾ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഭഗവാന്റെ കാര്യങ്ങളിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പരിശീലിക്കണം നമ്മൾ, ഡയറക്റ്റ് ആയിട്ടല്ല. ഇപ്പൊ നമ്മളൊരു ജോലിക്ക് അപേക്ഷ ചെയ്യുമ്പോ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും നമ്മളോട്, അല്ലെ? അപ്പൊ അപ്പൊ ഓക്കെ ശരി എന്ന് പറഞ്ഞ അഡ്മിഷൻ എന്നത് പറഞ്ഞ പോലെ ഈ ഭക്തിയുദ്ധ സേവനങ്ങൾ എന്ന് പറഞ്ഞത് ആത്മീയമായിട്ടുള്ള ഭക്തിയുദ്ധ സേവനത്തിന്റെ ഒരു റിഹേഴ്സലാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ചെയ്യുന്നത്. അതാണ് നമ്മളത് ഭക്തിയുദ്ധ സേവനങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്താലേ നമ്മളെ മനസ്സും ശരീരവും അതിനനുസരിച്ച് സെറ്റ് ആവുള്ളൂ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞതില്? പ്രഭുജി, ഇതൊന്നും കൂടെ ഒന്ന് വ്യക്തമാക്കി തരുമോ? ക്ഷീണേ പുണ്യം അർത്യലോകം വിശാന്തി, അതൊന്ന് വ്യക്തമാക്കി. അത് നമ്മൾ ഭഗവത്ഗീത പഠിച്ച ശ്ലോകം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ജീവിതം കൊണ്ടുപോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉപാസന കാണ്ട നമുക്ക് 3 കണ്ടില്ല. അതിൽ ദേവന്മാരെ പൂജിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഭൗതികമായിട്ട് ഉയർന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ ജീവിക്കണം, ഏത് രീതിയിൽ ധർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാനം, അതുപോലെ തന്നെ തപശ്ചര്യകള്, അതുപോലെ യജ്ഞങ്ങള്, ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോകണമെങ്കിൽ നമ്മൾ വേദങ്ങൾ അനുസരിച്ച് ജീവിതം പോവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനത്തുള്ള യാഗങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ ദൈവിക ഗുണമായിട്ട് ദേവന്മാരെ ലോകത്തിലേക്ക് പോകും. അത് വേറെ രീതിയിൽ പെട്ടെന്ന് മനസ്സിലാവാം. ഞാൻ കേട്ടിട്ടുള്ളതാണ്, എനിക്ക് 100% അതിന്റെ കേഷനില്ല. നമ്മള് ദേവന്മാരെ ലോകത്തു നിന്നാണ് നമ്മൾ താഴ്ത്തിക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ക്യാരക്ടർ വേറെ ആയിരിക്കും എന്നാ പറയാം. നമ്മൾ താഴ്ന്ന ലോകത്തിൽ നിന്നാണ് നമ്മൾ മനുഷ്യ ജന്മം കിട്ടണമെന്ന് വെച്ചാൽ അവരെ ക്യാരക്ടർ വേറെ ആയിരിക്കും എന്നാ പറയാം. അപ്പോ കാരണം ക്വാളിറ്റിയായ പ്യൂരിറ്റി നമ്മളിൽ ഉണ്ടാവും. അപ്പൊ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, നമ്മൾ എത്ര മുകളിലേക്ക് പോയി കഴിഞ്ഞാലും അവിടത്തെ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ താഴ്ത്തിക്ക് നമ്മൾ പോരും. നമ്മള് ജനകലോകം വരെ എത്തിയിട്ടുണ്ടാവാം. ജനകലോകത്തിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മള് അവിടുത്തെ ഫുൾ എൻജോയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ എൻജോയ്മെന്റ് ഒരു ടൈം അവിടെ മരണം പോലെ സംഭവിക്കും. മരണം കഴിക്കും, അവിടെ മരണമുണ്ട്. ആ മരണം കഴിയുമ്പോൾ അവിടെ ഏത് കർമ്മബലമാണ് മുന്നിട്ട് നിൽക്കുന്നത്, മുകളിലേക്കാണോ താഴ്ത്തുന്നാണ് ചെക്ക് ചെയ്യും. മുകളിലേക്കാണെങ്കിൽ മുകളിലേക്ക്, താഴ്ത്തിനെങ്കിൽ താഴ്ത്തിക്ക് പോലും. അപ്പൊ നമ്മൾ അവിടെ ചെയ്യുന്നാലും ഭക്തിയുദ്ധ സേവനങ്ങൾ ചെയ്യണം. നമ്മൾ ഇവിടത്തേനും കൂടുതൽ നമ്മൾ അവിടെ ചെയ്യും. പക്ഷെ അതൊന്നും പോരാ എന്ന് പറയുന്നത്. കാരണം ലോകത്തിനും ഓരോ നിയമങ്ങളാണ്. ഈ കലിയുഗത്തിൽ, ഈ മർത്യലോകത്തിലുള്ള നിയമമല്ല എവിടെ ദേവലോകത്തുള്ളത്. വേറെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹരേ കൃഷ്ണ മന്ത്രം 108 ജപിച്ചാൽ മതി. പക്ഷെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,008 ജപിക്കേണ്ടി വരും. കാരണം ഓരോരുത്തർക്കും അതിന് വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ പഠിക്കാത്ത കുട്ടികളോട് പറയും ഇത്രയും പഠിച്ചാൽ മതി നീ പാസ്സാവും പറയും. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോട് പറയും നീ ഇത്രയും കൂടെ മാർക്ക് വാങ്ങിക്കണം എന്ന് പറയും. അന്നല്ല അവന് ഉയർന്ന തലത്തിലേക്ക് വിടുള്ളൂ. കാരണം ഇവന്റെ ഗ്രേഡ് ഇതാ. അതാണ് പറഞ്ഞത് കലിയുഗത്തില് മനുഷ്യനായിട്ട് ജനിക്കാൻ വേണ്ടി ദേവന്മാരടക്കം പ്രാർത്ഥിക്കുന്നു പറയേണ്ട കാര്യം. അവര് നോക്കുമ്പോൾ ഇവർക്ക് ഇത്രയും ചെയ്താൽ മതി, പക്ഷെ അവർക്ക് അതിനേലും കൂടുതൽ ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ ഓരോ യുഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലിയ ഇത് പറഞ്ഞു ഹിരണ്യകശിപ്പൊക്കെ ഇത്ര വർഷം തപസ് ചെയ്ത് നമുക്ക് കേൾക്കുന്നുണ്ട്, അല്ലെ? അതൊക്കെ ഇതിന്റെ കാര്യങ്ങളാണ്. ഓരോ യുഗത്തിനും ഓരോ സമയങ്ങളുണ്ട്. അതേപോലെ തന്നെ ഓരോ
എന്ന് പറഞ്ഞ ഒരേ ലോകത്തിലും നിയമങ്ങൾ വ്യത്യാസമുണ്ട്. അതായത് സ്വർഗലോകത്തിലുള്ള നിയമമല്ല ജനകലോകത്തിലൊന്നുമില്ല, ജനകലോകത്തിലുള്ള നിയമമല്ല ഭൗതിക ലോകത്തിലുള്ള നമ്മുടെ മർത്യലോകത്തിലുള്ള നിയമം. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂട്ടും കുറവുണ്ട്. അപ്പൊ നമുക്ക് പക്ഷെ എന്താണ്, കലിയുഗത്തിൽ നമ്മുടെ യുഗത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല, അത്രയും ഡേഞ്ചറാണ്, അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷെ ചെയ്താലോ പെട്ടെന്ന് പാസ്സാവാൻ പറ്റും. മനസ്സിലായോ മാതാജി? ഹരേഷ്ണ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ പോകണമെന്നുണ്ടാ? ഹരേഷ്ണ ബാബു പ്രഭു, ഹരേഷ്ണ എല്ലാം കൂടെ എന്തോ ആയി പ്രഭുജി, എന്തോ ആയി മാറണല്ലേ? എല്ലാവരും അവിയൽ വരുവായി. അവിയല് വരുവോ? കാരണം അതിന് പറഞ്ഞ നമ്മളിത് അതിന് ശരിക്കും ഇങ്ങനത്തെ ബുക്കുകള് നമ്മൾ അധികം പോയതെന്ന് പറഞ്ഞതിന്റെ കാര്യമാണ്. നമുക്ക് പറ്റിയത് പോയി നമുക്ക് ഹരേഷ്ണ മന്ത്രം ജപിക്കാം. പക്ഷെ ഇതൊക്കെ നമ്മൾ പഠിക്കും തോറും നമുക്ക് കുറച്ച് പഠിക്കും തോറും കൺഫ്യൂഷൻ കൂടി വരും. കൺഫ്യൂഷൻ തീർക്കാൻ എന്ത് ചെയ്യും? അതല്ലേ ഭഗവാൻ തന്നെ കൺഫ്യൂഷൻ ആണ് അല്ലേ? അപ്പൊ പിന്നെ ഭഗവാനെ പെട്ടെന്ന് കിട്ടോ? അപ്പൊ സംഗതി പ്രഭു ഇപ്പൊ നാട്ടിലാണോ? ഇപ്പൊ നാട്ടിലാണ്. അതാണ് കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നത് ക്ലാസ്സിനൊക്കെ. നെറ്റ് കറക്റ്റ് ആവുന്നില്ല. നെറ്റ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഇവിടെ വരുമ്പോ വേറെ ആക്ടിവിറ്റീസ് വരുമല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് ഇത്ര ഉള്ളതില്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തി എന്ന് പറയുമ്പോ ഭക്തി തന്നെ പല സെക്ഷൻ ഉണ്ട്. നമ്മൾ സാധാരണ ആത്മീയതയിൽ തന്നെ പല സെക്ഷൻ ഉണ്ട്, ഭൗതികതയിൽ തന്നെ പല സെക്ഷൻ ഉണ്ട്. ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം എല്ലാതും ഒന്നെന്നുള്ള ചിന്താഗതിയായിരുന്നു. ഒന്നല്ല, ഇത് പലതും പലതാണ്, ദേവന്മാരും പലതാണ്, ദേവന്മാരുടെ ഗുണങ്ങൾ പലതാണ്, ദേവലോകം വേറെയാണ്, അതുപോലെ തന്നെ ആത്മീയ ലോകം വേറെയാണ്, വൈകുണ്ഠ ലോകങ്ങൾ വേറെയാണ്, ഭക്തന്മാർ വേറെയാണ്, ഭക്തന്മാർ തന്നെ പലതരത്തിലുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ഏറ്റവും ഉയർന്ന ലോകത്തിലേക്ക് ചുരുക്കം പറഞ്ഞ അവിയലും അല്ല സാമ്പാറും അല്ല. അവിയലല്ല സാമ്പാറും അല്ല. കാരണം അതല്ല മാതാജി, ദൂരെ നിന്ന് നോക്കുമ്പോ നമുക്ക് ഒരു വ്യക്തത, പക്ഷെ കൂടുതൽ അടുക്കും തോറും അതിൻ്റെതായ ക്ലാരിറ്റി വ്യാപ്തി കൂടുതല്, ഭയങ്കര വ്യത്യാസം. ഒരാളെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ആള് കുഴപ്പമില്ല, പക്ഷെ ആളെ പറ്റി കൂടുതൽ അടുക്കുമ്പോഴാണ് അയാളുടെ തനി സ്വഭാവം. എന്ന് പറഞ്ഞ ഭഗവാനെ പറ്റി നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നവരും നമ്മൾ കൂടുതൽ കൺഫ്യൂഷനിലാണ്. കാരണം ഭഗവാൻ പറയുമ്പോൾ അപ്പൊ അതാണ് പറഞ്ഞത്, ഇത് ആചാര്യന്മാർക്ക് അറിയാം. അത് കാരണം കൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് നാമം ജപിച്ചാൽ മതി. ഇതൊക്കെ ഉണ്ട് ഇതില്, പക്ഷെ നമുക്കത് ഗ്രഹിക്കാനുള്ള പവർ ആയിട്ടില്ല. അത് കാരണം അവര് സിമ്പിൾ ആയിട്ട് നമ്മളോട് പറഞ്ഞു തരാണ്. ഇപ്പൊ നമ്മൾ LKG പഠിപ്പിക്കുന്ന രീതിയിലല്ല 10th പഠിപ്പിക്കാം അല്ലേ? അപ്പൊ അതേപോലെ തന്നെ നമ്മൾ LKG സ്റ്റുഡൻസിന് അപ്പൊ അത് കാരണം കൊണ്ട് ആചാര്യന്മാര് പറയുന്നത് ഇത് നിങ്ങൾ ഇത്രയും ചെയ്യാ, ഇത് മിനിമം ചെയ്യാ. അടുത്തതൊക്കെ ഉണ്ട്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യേ. കുട്ടികളുടെ ABCD പഠിക്കാനാണ് ആദ്യം പറയാ. എന്നത് പറഞ്ഞ പോലെ ഈ ABCD ആണ് ഹരകൃഷ്ണ മഹാമന്ത്രം. ഇപ്പഴേ ABCD അല്ല പ്രഭുജി, ഇപ്പൊ വരയ്ക്കാൻ വെറുതെ ലൈൻ ഇടാൻ പറയും. അതന്നെ ലൈൻ ഇടാൻ പറയാണ് ഇപ്പൊ നമ്മളോട്. അപ്പൊ ലൈൻ ഇടാൻ പറയാണ്ട് അപ്പൊ അത് കഴിഞ്ഞ് അവർക്കറിയാം, അവരതിന് സിലബസ് തയ്യാറാക്കി തന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞില്ലേ, ഈ ബുക്കുകളൊന്നും നമുക്കുള്ളതല്ല, ഈ ബുക്കുകൾ തന്നെ നമുക്കുള്ളതല്ല. ഇത് ബ്രഹ്മചാരികൾക്ക് ഉള്ള കോഴ്സാണ്. അതെ, വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതന്നെ ബ്രഹ്മചാരികൾക്കുള്ള കോഴ്സുകളാണ് ഇതൊക്കെ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. അവര് അതിന്റെ ആത്മീയ പാഠ്യപദ്ധതികളും ജീവിത വെച്ചെടുക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് അപ്പൊ അത് പറഞ്ഞത് ആചാര്യന്മാർക്കുള്ളതാണ്. അപ്പൊ അവരെ ലെവലിലുള്ള ഇതെന്നുള്ള ഉപദേശാമൃതം ആർക്ക് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
രൂപഗോസ്വാമി ഹയർ ഡിഗ്രി ഗോസ്വാമി കൊടുത്തത്. ജീവഗോസ്വാമിക്ക് കൊടുത്തേ ജീവഗോസ്വാമിക്ക് എഴുതിയ ഉപദേശിച്ചത് കത്തുകളല്ലേ? ഉപദേശിച്ചത് 11 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉപദേശങ്ങളിലെ ഇത് പോസ്റ്റ് ഗ്രാജുവേഷൻ 11 ഉള്ളതാണ്, നമ്മൾ LKG കാർക്കല്ല. അതന്നെ. അപ്പൊ നമ്മളെ അപ്പൊ അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ ആ സത്യം നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രമേ. ഇതാണ് ശരിക്കും ആ ആചാര്യന്മാര് ലെവലിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതാണ് ശരിക്കും പറയുമ്പോ ഇത് നമുക്ക് ഈവൻ ഈ കോഴ്സ് തന്നെ ഇതിൽ വരില്ല. ശരിക്കും ഭക്തിശാസ്ത്രി കോഴ്സ് നിങ്ങൾക്ക് ഇനി 5th ലെവൽ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ അതിൽ സീരിയസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇത് കൊടുക്കുള്ളൂ. ഇത് പ്രഭു നമ്മളെ നാമനിഷ്ഠ പ്രഭു എല്ലാവർക്കും ജനറൽ ആയിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്താണ്. അല്ലെങ്കിൽ ഈ കോഴ്സ് തന്നെ വരില്ല, ഭഗവത വെച്ച് നിർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഈ നിയമവും അതുപോലെ തന്നെ ജപവും ഇതൊക്കെ ചെയ്ത് 1 വർഷം കഴിഞ്ഞവർക്ക് മാത്രമേ ഭക്തിശാസ്ത്രി കോഴ്സിന് കൊടുക്കുള്ളൂ. അതിന് ഭക്തിശാസ്ത്രി കോഴ്സ് കണ്ടന്റ് ആ വരുന്നത്. അതായത് നമുക്കിത് പറയുമ്പോ അങ്ങോട്ട് ദഹിക്കാത്തത്. പിന്നെ ഇത് ആലോചിക്കണം, ആചാര്യന് കൊടുത്തിട്ടുള്ള ഉപദേശമാണ്. അപ്പൊ അത്രയും ലെവലുണ്ട് അതൊക്കെ. അപ്പൊ അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, രാധാകുണ്ടും അതൊക്കെ ആ തലത്തിലാണ് അവര് കാണാതൊക്കെ. ഓക്കെ, ഹരേ കൃഷ്ണ. നമുക്ക് പോയി കാണാമെന്നേ ഉള്ളൂ രാധാകുണ്ടൊക്കെ. അതന്നെ, നമ്മ പോയിക്കൊന്ന് കണ്ട് നമ്മൊന്ന് ചുറ്റിത്തിരിഞ്ഞ് കുളത്തുനിന്ന് വെള്ളത്തിലൊന്ന് കുളിച്ച് നമ്മ പോയി. ഇറങ്ങാൻ സമ്മതിക്കില്ലല്ലോ പ്രഭുജി. ഇപ്പൊ ഇറങ്ങാനും സമ്മതിക്കില്ല അവര്. കാരണം ആ രാധാകുണ്ട് തന്നെ കേടാവും നമ്മ ഇറങ്ങിക്കഴിഞ്ഞാല്. വെളിയിൽ നിന്ന് നോക്കാം, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. നോക്കാം. സന്യാസിമാരെ ഇറക്കായിരിക്കും. ആരെയും ഇറക്കൂല. ആരെയും ഇറക്കൂല. കാരണം ആരെയൊന്നും അറിയില്ല. കാഷായ ഇട്ടിട്ട് വരുന്നവരുണ്ടാവല്ലോ. നമ്മളെ കാലം അതിനകത്തോട്ട് തൊടാൻ സമ്മതിക്കില്ല. അപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അത് എല്ലായിടത്തും കാണാം നമുക്കിപ്പോ. മാതാജി പോയിട്ടുണ്ടെന്ന് ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ യൂട്യൂബിലും എല്ലാം കണ്ട് എല്ലാ വിഭാഗക്കാരും അതിൽ പോയി അത് മോശമാക്കുന്നുണ്ട്. അതെ തന്നെ, അങ്ങനെയുണ്ട്. പല കാര്യങ്ങളും ഉണ്ട്. എല്ലാവർക്കും ഒരു ടൂർ പോലെ ആയി തുടങ്ങിയിട്ടുണ്ടല്ലേ പല കാര്യങ്ങളും. അതിന് ഭക്തിന്റെ ഭാഗം ഇല്ലാതെ പോകുന്നവരുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ കുറച്ച് ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അവിടെ. ശരി, അപ്പൊ നമുക്ക് നിർത്താം. വേറെ എന്തെങ്കിലും? ശരി, നമുക്ക് നിർത്താം. അപ്പൊ നാളെ നമുക്ക് 10ഉം 15 ക്വസ്റ്റ്യൻ ആൻസർ റെഡിയാക്കാം. അപ്പൊ 10ഉം 15 എല്ലാവരും ക്വസ്റ്റ്യൻ ആൻസർ റെഡിയാക്കാം. 10ഉം 15 കേട്ടോ. ഓക്കെ. വഞ്ചകൽപരൂപ കൃപാസിന്ദേവജ പതിനാംഭാവിനെ വൈഷ്ണവേപ നമനന്ദ കോടി വൈഷ്ണവ ഭക്തി ഗോവാദിക്ക് ഗുരുദേവ് ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.